സയ്യിദുന മൂസ നബി അലൈഹിസ്സലാമും ഖിദർ നബിയും ആ കപ്പലിൽ യാത്ര പോയ ചരിത്രം സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്തുണ്ട്. എന്ത് ചെയ്തു ഖിദർ നബി അലൈഹിസ്സലാം? കപ്പൽ അതിന്റെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താറാകുമ്പോ കപ്പലിന്റെ ഒരു പലക എടുത്ത് പൊളിച്ചു, അത് പൊട്ടിച്ചു കളഞ്ഞു. മൂസ നബി അലൈഹിസ്സലാം ചോദിച്ചു, ലഖദ് ജിഅത ശൈഅൻ ഇംറാ, വളരെ മോശപ്പെട്ടൊരു പണിയാണല്ലോ നിങ്ങൾ ചെയ്തത് ഖിദർ നബിയെ. ഈ കപ്പലിങ്ങനെ പൊളിച്ചാൽ നമ്മളൊക്കെ ഒന്നാകെ വെള്ളത്തിൽ മുങ്ങിപ്പോയില്ലേ? ചോദിക്കാൻ പാടില്ലെന്നായിരുന്നു കണ്ടീഷൻ. മൂസ നബിയും ഖിദർ നബിയും തമ്മിലുള്ള യാത്രയിൽ എന്താ ഞാൻ ചെയ്യുന്നതെന്ന് ചോദിക്കാൻ പാടില്ല. ഗൈബിയായ വിഷയങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ് ലക്ഷ്യം. ഏതായിരുന്നാലും പിന്നീട് രണ്ട് സംഭവങ്ങൾ കൂടെ കഴിഞ്ഞ് 3 സംഭവങ്ങളുടെയും വിശദീകരണം നൽകുന്നുണ്ട് ഖിദർ നബി അലൈഹിസ്സലാം. ആ ഭാഗം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ ഇന്ന് വെള്ളിയാഴ്ച ഓതൽ സുന്നത്തുള്ള ആ സൂറയുടെ അവസാന ഭാഗത്ത് കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال هذا فراق بيني وبينك سأنبئك بتأويل ما لم تستطع عليه صبرا أما السفينة فكانت لمساكين يعملون في البحر فأردت أن أعيبها وكان وراءهم ملك يأخذ كل سفينة غصبا. മൂസ നബിയെ, എന്തുകൊണ്ടാണ് ഞാൻ അവരുടെ കപ്പൽ കേടുവരുത്തിയത് എന്ന കാരണം ഒന്ന് വിശദീകരിച്ചു തരാം. അമ്മ സഫീന, ആ കപ്പൽ, ഫകാനത് ലിമസാകീന, അത് മിസ്കീന്മാരുടെ കപ്പലായിരുന്നു മൂസ നബിയെ. മിസ്കീന്മാർക്ക് കപ്പലുണ്ടാവാം, അങ്ങനെയാണ്. വലിയ വീട് വെക്കാം, ആള് മിസ്കീനായിരിക്കും. അമ്മ സഫീന, ആ കപ്പൽ, ഫകാനത് ലിമസാകീൻ, അത് മിസ്കീന്മാരുടേതായിരുന്നു. വകാന വറാഅഹും മലിക് ഫഅറദ്തു യഅമലൂന ഫിൽ ബഹർ, കടലിൽ ജോലി ചെയ്യുന്ന മിസ്കീന്മാരുടെ കപ്പലായിരുന്നു മൂസ നബിയെ അത്. ഫഅറദ്തു അൻ അഈബഹാ, അത് കേടുവരുത്താൻ ഞാൻ ഉദ്ദേശിച്ചത്. അതിന്റെ കാരണം വകാന വറാഅഹും മലികുൻ യഅഖുദു കുല്ല സഫീനത്തിൻ ഗസ്ബാ, നമ്മളെ ഇറക്കിവിട്ടതിന്റെ ശേഷം അവർക്ക് വീണ്ടും യാത്ര ചെയ്യാനുണ്ട്. ആ യാത്രയിൽ അവരെത്തിച്ചേരുന്ന സ്ഥലത്ത് നല്ല മുന്തിയ കപ്പലുകൾ കണ്ടാൽ എനിക്ക് വേണം എന്ന് പിടിച്ചെടുക്കുന്ന ഒരു രാജാവ് അവിടെ കാത്തിരിപ്പുണ്ട്. നമ്മെ യാത്ര ചെയ്യാൻ അനുവദിച്ച പൈസ വാങ്ങാതെ നമുക്ക് ഫ്രീ ആയിട്ട് യാത്ര അനുവദിച്ച ഈ പാവപ്പെട്ടവർക്ക് അവരുടെ കപ്പൽ തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ്. പൊളിഞ്ഞ കപ്പൽ എന്ന് കാണുമ്പോൾ രാജാവ് എനിക്കിത് വേണ്ട എന്ന് പറയുമല്ലോ. എനിക്ക് പൊളിഞ്ഞ കപ്പൽ വേണ്ട എന്ന് പറഞ്ഞാൽ ഈ മിസ്കീന്മാർക്ക് അത് തിരിച്ചു കിട്ടും. അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് ഞാൻ കേടുവരുത്തിയത് എന്ന് മഹാനായ ഖിദർ നബി അലൈഹിസ്സലാം. ഷാഫി ഇമാം പിടിച്ചെടുക്കുന്നത് കപ്പലിന്റെ മുതലാളിമാർ ചിലപ്പോൾ മിസ്കീൻ ഉണ്ടാകും. കണ്ടാൽ മുതലാളി എന്ന് വിചാരിക്കും, ആള് മിസ്കീനായിരിക്കും. ദാരിദ്ര്യം കൊണ്ട് കുടുങ്ങിയിരിക്കുകയാണ്, ആരോടും പറയൂല. വലം നകുനു തുഇമുൽ മിസ്കീൻ, മിസ്കീന്മാർക്ക്, പാവപ്പെട്ടവർക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുത്തിരുന്നില്ല പടച്ചവനെ എന്ന് അള്ളാഹുവിനോട് അവർ പറയും പരലോകത്ത് ചൊല്ലുമ്പോ. അള്ളാഹു അത്തരം അപകടങ്ങൾ, നരകശിക്ഷ കിട്ടുന്ന തെറ്റുകളൊന്നും വരാതെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മുസ്ലിമീങ്ങളുടെ സാമൂഹിക നിയമങ്ങളാണ് ഖുർആൻ പറയുന്നത്. മുസ്ലിമീങ്ങളുടെ സംസ്കാരമാണ് ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്നത്. യതീമായ മക്കളെ നിങ്ങൾ എന്താണ് ആദരിക്കാത്തത്, ബഹുമാനിക്കാത്തത്? സംരക്ഷിക്കാത്തതെന്നല്ല, സംരക്ഷണം കൊടുത്തുകൊണ്ടിരിക്കെ തന്നെ ബഹുമാനവും കൊടുക്കണമെന്ന. സംരക്ഷണത്തിന്റെ മീതയാണ് ബഹുമാനം. യതീം ഖാനകൾ നടത്തുമ്പോ അവിടുത്തെ മക്കൾ യതീം മക്കളാണ് എന്ന ഒരു സ്റ്റീരിയോ ടൈപ്പിംഗ്. യതീം കുട്ടികൾക്ക് ഇത്ര മതി, അവർക്ക് ഇത്ര കോലൊക്കെ മതി, ഇത്ര ഡ്രസ്സൊക്കെ മതി, അല്ലെങ്കിൽ ഇത്ര ജീവിത സൗകര്യങ്ങൾ മതി, യതീം മക്കളല്ലേ. അങ്ങനെയല്ല. നിങ്ങൾ എന്താണ് അവരെ ബഹുമാനിക്കാത്തത്?
മെയിൻ സ്ട്രീമിൽ ജീവിക്കുന്ന മക്കളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്താണ് നിങ്ങൾ അവർക്ക് കൊടുക്കാത്തത്? നിങ്ങൾ എന്താണ് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താത്തത് എന്ന് ചോദിക്കുകയാണ്. ولا تحاضون على طعام المسكين മിസ്കീനായ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾ എന്താണ് പ്രേരിപ്പിക്കാത്തത്? വീടെടുത്തു കൊടുക്കാൻ അല്ല, നമ്മുടെ അബൂബക്കറിന് വീടെടുത്തു കൊടുക്കണ്ടേ? അബൂബക്കറൊക്കെ പഴയ ഗൾഫുകാരനല്ലേ എന്ന് പറഞ്ഞ് തടഞ്ഞു വെക്കുന്നു. എവിടെ? പണ്ടെന്നോ ഗൾഫിൽ പോയിട്ടുണ്ടെന്ന കുറ്റമല്ലാതെ മറ്റൊന്നും അയാൾ ചെയ്തിട്ടില്ല. ചെറിയ നിസ്സാര ശമ്പളത്തിന് ജോലി ചെയ്ത് മാറാ രോഗങ്ങളുമായി തിരിച്ചു വന്ന് കിടപ്പാടം പോലും വിറ്റ് കഴിഞ്ഞൊരു മനുഷ്യനായിരിക്കും ഈ നിങ്ങൾ ചിന്തിക്കുന്ന മിസ്കീൻ. കാഴ്ചയിൽ മനസ്സിലാവില്ല. അവർക്കൊന്നും വേണ്ട എന്ന് എന്തേ നിങ്ങൾ പറയുന്നത്? അനന്തര സ്വത്ത് എന്ന് കേൾക്കുമ്പോഴേക്കും, വാപ്പയുടെയോ ഉമ്മയുടെയോ സ്വത്ത് കിട്ടാനുണ്ടെന്ന് കേൾക്കുമ്പോഴേക്കും നിങ്ങൾ യഥേഷ്ടം ഹലാലും ഹറാമും നോക്കാതെ അനന്തര സ്വത്ത് കിട്ടണമെന്ന് കൊതിക്കുന്നവരും അത് എമ്പാടും നിങ്ങൾ തിന്നുന്നവരുമല്ലയോ? ഖുർആൻ ചോദിക്കുകയാണ്. വാപ്പ മരിച്ചു പോയിട്ടുണ്ട്, വാപ്പയുടെ സ്വത്ത് മക്കൾ ഓഹരി വെക്കുന്നു. ഈ വാപ്പയുടെ സമ്പത്ത് വാപ്പ ആർക്കെങ്കിലും കൊടുക്കാനുണ്ട്, വാപ്പ ആരോടൊക്കെ ബാധ്യതകൾ ഉണ്ടായിരുന്നു എന്ന് നോക്കാതെ, വാപ്പ മരിച്ചല്ലോ ഇനി ഞങ്ങൾക്കാണ് എന്ന് ചിന്തിക്കുന്ന മക്കള്. അതുമാത്രമല്ല, ഹറാമിന്റെ ബിസിനസ്സുകൾ ചെയ്തുണ്ടാക്കിയ സമ്പത്ത് മക്കൾക്ക് എങ്ങനെ ഹലാലാവും? വാപ്പയുടെ ആദ്യത്തെ 10 കൊല്ലത്തെ ബിസിനസ് കള്ളുകച്ചവടമായിരുന്നല്ലോ ഫോർ എക്സാമ്പിൾ. അല്ലെങ്കിൽ വാപ്പ ജോലി ചെയ്ത് ബാർ ഹോട്ടലിലായിരുന്നല്ലോ. അല്ലെങ്കിൽ വാപ്പ ജോലി ചെയ്ത് പലിശ ഇടപാടുകൾ നടത്തുന്ന നോൺ ഇസ്ലാമിക് ബാങ്കുകളിലായിരുന്നല്ലോ. അങ്ങനെ ഉണ്ടാക്കിയ വാപ്പയുടെ സ്വത്ത് നമുക്ക് ഹലാലായ സമ്പാദ്യമാണോ? ഇതൊന്നും ചിന്തിക്കാതെ പൈസ മതി എന്ന് നിങ്ങൾ എന്താ ചാടി വീഴുന്നത്? അഖിലല്ലമ്മ, അതിലെ ഹറാമും ഹലാലും ഉണ്ടല്ലോ. വാപ്പയുടെ സമ്പത്തിൽ എത്രയൊക്കെ ഹലാലുണ്ട്. വാപ്പ അള്ളാഹുവിന്റെ പൊരുത്തമുള്ള സമ്പാദ്യം എത്രയുണ്ട് വാപ്പാക്ക്. ഇതൊന്നും നോക്കാതെ കിട്ടിയത് മുഴുവനും ഓഹരി വെച്ചെടുക്കാൻ നിങ്ങൾ എന്താ ചാടി പുറപ്പെടുന്നത്? സമ്പത്തിനോട് എന്താ നിങ്ങൾക്ക് വല്ലാത്തൊരു സ്നേഹം കുടുങ്ങിപ്പോയത്? പൈസയോട്, ആർഭാടങ്ങളോട് എന്താ നിങ്ങൾക്ക് ഇത്ര സ്നേഹമായത്? അല്ലാഹു ചോദിക്കുകയാണ്. ഇതൊന്നും പാടില്ല എന്നാ അതിന്റെ അർത്ഥം. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. മുസ്ലിമീങ്ങളായ മഹല്ലുകളിൽ, മുസ്ലിമീങ്ങൾ ഇടപെടുന്ന പ്രദേശങ്ങളിൽ പാവപ്പെട്ടവരുടെ അവകാശങ്ങൾ നേടിയെടുത്തു കൊടുക്കണം. അത് ഇസ്ലാമിന്റെ ബാധ്യതയാണ്. അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിലൂടെ നടക്കുമ്പോൾ ഒരു മുസ്ലിമല്ല, ഒരു ജൂതനായ മനുഷ്യൻ, തലമുടി നരച്ചിട്ടുണ്ട്, പ്രായമായി, മുതുക് വളഞ്ഞ് ജനങ്ങളുടെ വാതിൽക്കൽ ചെന്ന് കൈനീട്ടുന്നത് കണ്ടപ്പോഴാണ് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മാ അൻസഫ്നാക്, നിങ്ങളോട് ഞങ്ങൾ നീതി ചെയ്തില്ലല്ലോ, നിങ്ങളോട് ഞങ്ങൾ നീതി ചെയ്തില്ലല്ലോ. നിങ്ങളുടെ യൗവനകാലത്ത് നിങ്ങളിൽ നിന്ന് ടാക്സ് വാങ്ങിയിട്ടുണ്ട് ഇസ്ലാമിക ഗവൺമെന്റ്. എന്നിട്ട് നിങ്ങൾക്ക് വാർദ്ധക്യം വന്നപ്പോ ഞങ്ങൾ നിങ്ങളെ കൈപിടിയുകയോ? അതൊരിക്കലും ചെയ്യാൻ പാടില്ലല്ലോ. മുസ്ലിമീങ്ങളുടെ രാജ്യത്ത് മുസ്ലിം ഗവൺമെന്റ് നൽകുന്ന സംരക്ഷണം, മുസ്ലിമീങ്ങളായ പട്ടാളക്കാർ ചോര ചിന്തി നാടിന് സംരക്ഷണം വാങ്ങിക്കൊടുക്കുമ്പോ യുദ്ധത്തിലേക്ക് ഇവർ പോവേണ്ടതില്ല, ജിഹാദ് ഇവർക്ക് നിർബന്ധമില്ല, രക്തകളത്തിലേക്ക്, രണാങ്കണങ്ങളിലേക്ക് അമുസ്ലിമീങ്ങൾക്ക് പോവേണ്ട ബാധ്യതയില്ല. അതൊക്കെ മുസ്ലിം പട്ടാളക്കാർ ചെയ്യും. അവർ നേടിയെടുക്കുന്ന സംരക്ഷണം അമുസ്ലിമീങ്ങൾക്ക് അനുഭവിക്കാം. അവർ ജിസിയ കൊടുക്കണം. അതാണ് ഇസ്ലാമിന്റെ നിലപാട്. അത് വാങ്ങിച്ചതിന്റെ ശേഷം വാർദ്ധക്യമാകുമ്പോൾ നിങ്ങൾക്ക് പെൻഷൻ തരാതെ നിൽക്കുന്നത് ഞങ്ങൾ ചെയ്യുന്നത് ഉചിതമല്ലല്ലോ എന്ന് പറഞ്ഞ് ആ മുസ്ലിമീങ്ങളുടെ ബൈത്തുൽ മാലിൽ നിന്ന് ആവശ്യമായ സംഖ്യ അനുവദിച്ചു കൊടുത്ത മഹാനാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ പറയുമായിരുന്നു, ലൗ മാത ജമലുൻ ദുയാഅൻ അലാ ശത്തിൽ ഫുറാത്ത് ലഖശീതു അൻ യസ്അലനി അല്ലാഹു അൻഹു. ഞാൻ പേടിക്കുകയാണ്, ഉമർ പേടിക്കുന്നുണ്ട്. മദീനയിലല്ല, അറേബ്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അങ്ങേയറ്റത്ത് നോർത്ത് വെസ്റ്റിൽ കിടക്കുന്ന ഇറാഖിലെ യൂഫ്രട്ടീസ് നദിയുടെ
ഓരത്തുകൂടെ ഏതെങ്കിലും ഒരു ഒട്ടകം ലൗമാത ജമലുൻ ദയാഅൻ അലാ ശത്തിൽ ഫുറാത്ത്, യൂഫ്രട്ടീസ് നദിയുടെ അതിന്റെ ബാങ്ക്, അതിന്റെ തീരങ്ങൾ പേവ്മെന്റ് ചെയ്യാതെ, അതിന്റെ തീരങ്ങൾ കെട്ടിപ്പടുക്കാതെ അണീവനായി കിടന്നിട്ട് അതിലൂടെ നടന്നു പോകുന്ന ഒട്ടകം കാലിടറി വീണ് ആ പുഴയിലേക്ക് വീണോ അല്ലാതെയോ മരിച്ചുപോയാൽ ആ ഒട്ടകത്തെക്കുറിച്ച് ഉമർ അള്ളാഹുവിന്റെ മുമ്പിൽ ചോദിക്കപ്പെടുമെന്ന് പേടിക്കുന്നു എന്ന് പറഞ്ഞ മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പിന്നെണ്ട് മനുഷ്യരുടെ കാര്യം. ഒട്ടകങ്ങൾക്ക് നടന്നു പോകാനുള്ള സ്ഥലം ഞാനത് നടന്നു പോകാൻ യോഗ്യമാക്കി കൊടുത്തില്ലെങ്കിൽ, എവിടെ? മദീനയിലല്ല, മക്കയിലല്ല, ഹിജാസിന്റെ അങ്ങേയറ്റത്ത് ഇറാഖിലൂടെ ഒഴുകുന്ന യൂഫ്രട്ടീസ് നദിയുടെ ഓരങ്ങളും അതിന്റെ തീരങ്ങളും ഞാൻ നടക്കാൻ യോഗ്യമായത് ഒട്ടകക്കൂട്ടങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ മാറ്റിക്കൊടുത്തിട്ടില്ലെങ്കിൽ, അത് കാരണം വല്ല ഒട്ടകവും ചത്തുപോയാൽ അള്ളാഹുവിന്റെ കോടതിയിൽ ഉമറിനോട് അള്ളാഹു ചോദിക്കുമെന്ന് പേടിക്കുന്നു എന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇതാണ് ഇസ്ലാം. മുസ്ലിമീങ്ങളുടേത് മാത്രമല്ല, അമുസ്ലിമീങ്ങളുടെ കാര്യങ്ങൾ മാത്രമല്ല, ജീവികൾക്ക് പോലും സംരക്ഷണം. ഈ മഹിതമായ മൂല്യങ്ങൾ ആരറിയുന്നു ഇസ്ലാമിനെ കുറിച്ച്? നമ്മളിത് പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഇസ്ലാം ഇങ്ങനെയാണ്. ഇസ്ലാം നീതിയാണ് പഠിപ്പിക്കുന്നത്. നീതിയാണ്. ഓരോരുത്തരും സമൂഹത്തോട് നീതി, അവനവനോട് നീതി, കുടുംബത്തോട് നീതി, സുഹൃത്തിനോട് നീതി, എല്ലാറ്റിലും. രാവും പകലും നിരന്തര ഇബാദത്തുകൾ ചെയ്തിരുന്ന അബ്ദുല്ലാഹി ഇബ്നുൽ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, രാത്രി എന്നും നിസ്കാരം, പകലെന്നും നോമ്പ്. അങ്ങനെ വന്നപ്പോഴാണ് എന്നും നോമ്പെടുത്ത് തളർന്നു പോയി ക്ഷീണിക്കുമ്പോ സ്വന്തം ഭാര്യയോടൊപ്പം, സ്വന്തം കുടുംബത്തോടൊപ്പം ആരോഗ്യവാനായി ജീവിക്കാൻ ഇയാൾക്ക് സാധിക്കില്ലല്ലോ, സ്വഹാബിക്ക് കഴിയില്ലല്ലോ. രാത്രി ഉറക്കൊഴിഞ്ഞാൽ ശരീരം വല്ലാണ്ട് ക്ഷീണിക്കുമല്ലോ. നിരന്തരമായ നോമ്പ്, ഇടതടവില്ലാത്ത നോമ്പ്, ഇടതടവില്ലാതെ എല്ലാ രാത്രിയിലും ഉറങ്ങാതെ നിസ്കരിക്കുന്ന ഇബാദത്തിന്റെ വിഷയത്തിൽ സ്വന്തം ശരീരത്തോട് കാർക്കശ്യം കാണിച്ചപ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനോട് മുത്തനബി പറഞ്ഞത്, ഇന്ന ലിബദനിക അലൈക ഹഖ്ഖാ, നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾക്ക് ബാധ്യതയുണ്ടല്ലോ. നിങ്ങളുടെ ശരീരത്തെ ഇങ്ങനെ ക്ഷീണിപ്പിക്കല്ല. നിങ്ങളുടെ ശരീരത്തിൽ കിടക്കുന്ന കണ്ണിന് ഉറങ്ങാനുള്ള അവകാശമുണ്ട്. നിങ്ങൾ എന്താണത് അനുവദിച്ചു കൊടുക്കാത്തത്? നിങ്ങളുടെ ഭാര്യക്ക് നിങ്ങളിൽ നിന്ന് ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് കടപ്പാടുണ്ടല്ലോ. നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ ഭാര്യയോടും നിങ്ങൾക്ക് കടപ്പാടുകളുണ്ട്. അതുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു അംറേ, ഇത് നിർത്തിയേക്കണം. എന്നും രാത്രി മുഴുവൻ ഉറങ്ങാതെ, നിരന്തരം ഉറങ്ങാതിരിക്കുന്നത്, നിരന്തരമായ നോമ്പ്, സുന്നത്ത് നോമ്പുകൾ നിരന്തരം ഇടതടവില്ലാതെ, അതൊന്നും വേണ്ട. അങ്ങനെ ശരീരത്തെ ക്ഷീണിപ്പിക്കല്ലേ. നിങ്ങളുടെ ശരീരത്തോട് നീതി ചെയ്യണം, കണ്ണിനോട് നീതി ചെയ്യണം, നിങ്ങളുടെ കുടുംബത്തോട് നീതി ചെയ്യണം, നിങ്ങളുടെ ഭാര്യ മക്കളോട് നീതി ചെയ്യണം. ആര് പഠിപ്പിക്കുന്നു? ലോകത്തിന്റെ ഗുരു, റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തിന് കരുണയായി വന്ന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ വഇദാ ഹകംതും ബൈനൻ നാസി അൻ തഹ്കുമൂ ബിൽ അദ്ൽ. ഇന്നല്ലാഹ യഅ്മുറുകും, അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ട്, അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, ഓരോരുത്തരോടും നിങ്ങൾ അവരോടുള്ള കടപ്പാടുകൾ ചെയ്തു വിട്ടേണമേ. അമാനത്ത് ചെയ്തു കൊടുക്കുക. വിശ്വസിച്ചേൽപ്പിച്ചത് വിശ്വാസവഞ്ചന ചെയ്യാതിരിക്കുക. ഒരു ഷോപ്പിൽ ജോലി ചെയ്യുന്ന ആള് മുതലാളിയെ വഞ്ചിക്കാതിരിക്കുക. മുതലാളി നാട്ടിലുണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ. വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട വിഷയം അധ്യാപകന്മാർ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കൾ വിശ്വസിച്ചേൽപ്പിക്കാൻ. മദ്രസയിൽ വന്നിരിക്കാൻ അവർക്ക് കഴിയില്ല, സ്കൂളിൽ വന്നിരിക്കാൻ അവർക്ക് കഴിയില്ല. ടീച്ചേഴ്സ്, അവരുടെ അധ്യാപകന്മാർ, അവരുടെ മെന്റേഴ്സ്, അവരെന്ത് ചെയ്യണം? ആത്മാർത്ഥമായിട്ട് അവരെ പഠിപ്പിക്കണം. വെറുതെ സമയം കളയരുത്. ഉദാഹരണം പറയാം. ഇന്നല്ലാഹ യഅ്മുറുകും, പള്ളിയിലെ ഖതീബുമാർ, ഖാദിമാർ, ഇമാമുമാർ അവരുടെ ജോലി അമാനത്തോടെ നിർവഹിക്കണം. കൂലിപ്പണിക്കാർ, ജോലിക്ക് വരുന്നവരെ
അമാനത്ത് നിർവഹിക്കണം, വിശ്വസിച്ചേൽപ്പിക്കാൻ. രാവിലെ ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ജോലി ചെയ്യാൻ ഇത്ര രൂപ നിങ്ങൾക്ക് കൂലി. ആ കൂലി മൊബൈൽ വിളിച്ച് കടന്നുറങ്ങാനുള്ളതല്ല, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് കടന്നുറങ്ങാനുള്ളതല്ല, സമയം തമാശ പറഞ്ഞ് തീർക്കാനുള്ളതല്ല. നിങ്ങൾ ചെയ്യുന്ന ജോലിക്കാണ് ശമ്പളം. അതുകൊണ്ട് നിങ്ങൾ വിശ്വാസവഞ്ചന ചെയ്യല്ലേ. അള്ളാഹുവിന്റെ നിയമമാണ്. ഈ നിയമമില്ലെങ്കിൽ ലോകത്ത് നീതി ഉണ്ടാകുമോ? അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ട്. അള്ള കൽപ്പിക്കുകയാണ്. സാധു പറഞ്ഞു എന്നല്ല, അള്ള കൽപ്പിക്കുകയാണ്. ആരെങ്കിലും വിശ്വസിച്ചേൽപ്പിച്ചാൽ അവർക്ക് തിരിച്ചു കൊടുക്കണം. വാടക ഒഴിയാതിരിക്കുന്ന ഏർപ്പാടില്ലേ നാട്ടിലൊക്കെ? ഇവിടെ കണ്ടത് 30 കൊല്ലമൊക്കെ കച്ചവടം നടത്തി മുതലാളി വരെ ഞാൻ ഇതിപ്പോ എന്റേതാണ്. സുബ്ഹാന, അതെങ്ങനെ അവൻ്റെതാവുക? അതിനൊരു ഉടമസ്ഥനില്ലേ? അതല്ല, ഒരു 10 കൊല്ലമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെതാവുന്നു. ആരുണ്ടാക്കി ഈ നിയമം? ഇന്നല്ലാഹ യഅ്മുറുക്കും, അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ട്, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടത് അതിന്റെ അവകാശികൾക്ക് തിരിച്ചു കൊടുക്കണം. ഇതാണ് ഇസ്ലാം. അവിടെ അനാവശ്യമായ വീമ്പിളക്കരുത്. അള്ളാഹുവിന്റെ നിയമത്തിന് വേണ്ടി ഒതുങ്ങിക്കൊടുക്കുക. വഇദാ ഹകംതും ബൈനന്നാസി അൻ തഹ്കുമൂ ബിൽ അദ്ൽ, നിങ്ങൾ ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുകയാണെങ്കിൽ നീതിയോടുകൂടെ വിധി കൽപ്പിക്കണം. സിദ്ദീഖ് ദാരിമി ഉസ്താദ് ഇവിടെ പറഞ്ഞുവല്ലോ, നമ്മുടെ മിഹ്റാബുകൾ ഏറ്റവും വലിയ കോടതികളാണ്. അവിടുത്തെ ഖാദി, പള്ളിയിലെ ഇമാമുമാർ, ഉസ്താദുമാർ, ഖതീബുമാർ, നമ്മുടെ പ്രശ്നങ്ങൾക്ക് അവിടെ പരിഹാരമുണ്ടല്ലോ. നമ്മുടെ വീടുകളിൽ നടക്കുന്ന ചില്ലറ പ്രശ്നങ്ങൾ മുതൽ ഗുരുതരമായ പരീക്ഷണങ്ങൾ വരെ കോടതിയിലേക്ക്, കുടുംബ കോടതികളിലേക്ക്, കോടതി വരാന്തകളിൽ നമ്മൾ അലയുകയാണ്. ആണും പെണ്ണും വക്കീലന്മാർക്ക് പൈസ കൊടുത്ത് നുണ പറയിപ്പിച്ച് തന്റെ വാദം സ്ഥാപിച്ചെടുക്കാൻ എന്തും ചെയ്ത് കൈക്കൂലി കൊടുത്ത് കള്ളസാക്ഷിത്വം പറയിപ്പിച്ച്. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? അള്ളാഹുവിന്റെ പള്ളിയിൽ എനിക്ക് നീതി കിട്ടുമെന്നറിഞ്ഞാൽ നീതി ലഭിക്കാൻ മുസ്ലിമിന് അവകാശമുണ്ട്. നിങ്ങൾ വിധി പറയുമ്പോൾ നീതിയിൽ വിധി പറയണം. നിങ്ങളുടെ അവകാശങ്ങൾ, ഹക്കടപാടുകൾ ചെയ്തു കിട്ടണം. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ബദർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സവാദ് റളിയല്ലാഹു അൻഹു ഇവിടെയുണ്ട്. ഇസ്തവിയാ സവാദ്, ഇസ്തവിയാ സവാദ്, സവാദ് എന്നിവരെ നേരെ നിൽക്കണം, നേരെ നിൽക്കണം. സുഫ് റെഡിയാക്കി നിർത്തുന്നു. ഇസ്ലാമിന്റെ ബറ്റാലിയൻ ബദറിന്റെ രണഭൂവിൽ ഇറങ്ങിയിരിക്കുകയാണ്. 313 സ്വഹാബിമാർ, 1000-ലേറെ വരുന്ന ശത്രുക്കളോട് പൊട്ടിപ്പൊളിഞ്ഞ വാളുമായി, ഇങ്ങോട്ട് യുദ്ധസന്നാഹങ്ങളുമായി വന്നവരോട് കയ്യിൽ കിട്ടിയതുമായി പ്രതികരിക്കാൻ പോകുന്ന അള്ളാഹുവിന്റെ ഹബീബും അവിടുത്തെ സ്വഹാബും നേരിടുന്ന ഒരു അനുഭവം കേൾക്കണം. സവാദ് റളിയല്ലാഹു അൻഹു സദസ്സിലുണ്ട്. ആ സഫായി നിൽക്കുമ്പോ സവാദ് റളിയല്ലാഹു അൻഹു ലൈനിൽ നിന്ന് അല്പം മാറി നിൽക്കുന്നു. അവരെ ലൈൻ ക്ലിയർ ചെയ്യുകയാണ് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് അള്ളാഹുവിന്റെ മെസഞ്ചറാണ്, അള്ളാഹുവിന്റെ പ്രൊഫറ്റാണ്, ഒരു ടീച്ചറാണ്, ഒരു മെന്ററാണ്, ഏറ്റവും വലിയ വാരിയറാണ്, ഒരു കമാൻഡറാണ്. ഇതൊക്കെയാണ് റസൂലുള്ളാഹ്. ഏറ്റവും വലിയ പൊളിറ്റീഷ്യനാണ് റസൂലുള്ളാഹ്, ഫിലോസഫറാണ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം അല്ലേ. സവാദേ, ലൈനിൽ നേരെ നിൽക്കണം. കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു കുന്തമുനയുണ്ട്, ഒന്ന് പള്ളക്ക് മെല്ലൊരു കുത്തുകൊടുത്ത് സവാദ് നേരെ നിൽക്കണം, വേദനിപ്പിക്കാനല്ല. യാ റസൂലല്ലാഹ്, സവാദ് എന്നവരെ വിളിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലേ, ഔജഅതനി, നിങ്ങൾ എന്നെ വേദനിപ്പിച്ചുവല്ലോ നബിയേ, നിങ്ങൾ എന്നെ വേദനിപ്പിച്ചല്ലോ. وقد بعثك الله بالحق والعدل, നബിയെ, അല്ലാഹു നിങ്ങളെ നിയോഗിച്ചത് സത്യവുമായും നീതിയുമായിട്ടാണല്ലോ. നിങ്ങൾ നീതി കൊണ്ട് നിയുക്തരാണല്ലോ നബിയെ. ഫഅഖിദ്നി, എനിക്ക് നിങ്ങളോട് പ്രതികാരമെടുക്കണം നബിയെ. എന്റെ വയറിന് കുത്തിയത് എനിക്ക് വേദനിച്ചിട്ടുണ്ട്, എനിക്ക് പകരം വേണം. നിങ്ങളെ നീതി കൊണ്ടാണല്ലോ അല്ലാഹു നിയോഗിച്ചത്. ഒരാളെ ഇങ്ങോട്ട് വേദനിപ്പിച്ചാൽ അങ്ങോട്ട് ഖിസാസ് ഉണ്ടല്ലോ. അതുകൊണ്ട് നബിയേ, അഖിദിനി യാ റസൂലല്ലാഹ്, നബിയേ, എനിക്ക് പ്രതികാരമെടുക്കണം. എപ്പോഴായി പറയുന്നറിയോ? യുദ്ധം തുടങ്ങാൻ പോവാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സവാദെ ആയിക്കോട്ടെ, നിങ്ങൾ എന്നെ കുത്തിക്കോളൂ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
നബിയേ, അങ്ങനെ കുത്തുമ്പോൾ എന്റെ വയറ്റത്ത് നോക്കൂ, ഞാൻ ഷർട്ട് ഇട്ടിട്ടില്ലല്ലോ, അങ്ങ് കമീസ് ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നബിയെ, വയറിന്റെ മുകളിലുള്ള വസ്ത്രഭാഗം നീക്കിത്തരണം നബിയെ. അങ്ങ് എങ്ങനെയാണോ എന്നെ കുത്തിയത് അതുപോലെ തന്നെ ആവട്ടെ നീതി പൂർത്തിയാവാൻ. ആരോടായി പറയുന്നത്? മുത്തുനബിയുടെ അനുയായി സവാദ് റളിയല്ലാഹു അൻഹു ലോകത്തിന്റെ റഹ്മത്തിനോടാണ് പറയുന്നത്. നബിയെ, എനിക്ക് അങ്ങയോട് പ്രതികാരമെടുക്കണം. ആരാ നിന്നുകൊടുക്കുന്നത്? ലോകത്തിന്റെ ഗുരു അന്ത്യറസൂലാണ്. ആദ്യമായി ഈ ലോകം അവസാനിച്ചതിന്റെ ശേഷം പ്രപഞ്ചത്തിൽ ആദ്യമായി തലയുയർത്തി എഴുന്നേൽക്കുന്ന ബഅസ് നുശൂറിന്റെ ആദ്യക്കാരൻ റസൂലുള്ളാഹ് ആവട്ടെ. സവാദെ, വയറ് മാറ്റിക്കൊടുക്കു, വയറിന്റെ മേലെയുള്ള വസ്ത്രം നീക്കി കൊടുക്കുന്നു. സവാദ് എന്നവരോട് കുത്താൻ പറയുന്നു. മഹാനായ സവാദ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ ചെയ്തു കൊടുത്തപ്പോൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചുംബിച്ച് കരഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ വയറ്റത്തേക്ക് വീഴുന്നുണ്ട് സവാദ് റളിയല്ലാഹു അൻഹു. മാ ഹമലക അലാ ഹാദാ യാ സവാദ്. സവാദേ, യുദ്ധം നടക്കാൻ പോകുമ്പോ ഈ നേരത്ത് വെച്ചാണോ നിങ്ങളുടെ ഈ സ്നേഹപ്രകടനം? എന്തിനാണിത്? എന്തിനാ നിങ്ങൾ എന്നോട് ഇതൊക്കെ പറഞ്ഞത്? എനിക്ക് പ്രതികാരം വേണമെന്ന് പറഞ്ഞു, വയർച്ചത്തെ വസ്ത്രം നീക്കിത്തരണമെന്ന് പറഞ്ഞു. അതൊക്കെ നീക്കിയിട്ട് എന്താണ് ഈ ചുംബനം, എന്താണ് ഈ കെട്ടിപ്പിടുത്തം, എന്താണ് നിങ്ങളെ പ്രേരിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോഴാണ് സവാദ് റളിയല്ലാഹു അൻഹു കാര്യം പറഞ്ഞു കൊടുത്തത്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഹളറ മാ തറാ, അങ്ങ് കാണുന്നില്ല നബിയേ എന്താണ് ഇനി നടക്കാൻ പോകുന്നതെന്ന്? ഇവിടെ നടക്കാൻ പോകുന്നത് കൊലയാണ്, രക്തമാണ് ഇവിടെ ചിന്താൻ പോകുന്നത്. നമ്മൾ എത്ര പേരാണ് മരിക്കാൻ പോകുന്നത്? ഈ 1000-ഓളം വരുന്ന ശത്രുക്കളുടെ മുമ്പിൽ ഈ 313 എന്തെന്ന് സംഭവിക്കും നബിയേ, അങ്ങ് കാണുന്നില്ലേ? فأردت أن يكون آخر عهدي بك أن يمس جلدي جلدك. നബിയേ, അതുകൊണ്ട് ഈ ബദറിന്റെ ഭൂവിൽ സവാദ് രക്തസാക്ഷിയായി വീഴാനാണ് അള്ളാഹുവിന്റെ തീരുമാനമെങ്കിൽ അവസാനമായി ഈ സവാദ് ലോകത്ത് ചെയ്യുന്നത് സവാദിന്റെ തൊലി അങ്ങയുടെ തൊലിയുമായി ചേരണമെന്നാണ്. നബിയെ, എന്റെ ശരീരം അവസാനമായി സ്പർശിക്കേണ്ടത് അങ്ങയുടെ ശരീരമാണെന്ന് കൊതിച്ചുപോയി നബിയെ. അതുകൊണ്ട് പറഞ്ഞതാ നബിയെ, മരിക്കാൻ പോവുകയല്ലേ നബിയെ, ഇനി അങ്ങയെ കാണുമോ നബിയെ, അങ്ങയെ തൊടാൻ കിട്ടുമോ നബിയെ, അങ്ങയുടെ കൈപിടിക്കാൻ പറ്റുമോ നബിയെ, അമ്മയോട് സലാം പറയാൻ പറ്റുമോ നബിയെ? അതൊന്നും സാധിച്ചില്ലെങ്കിലോ ഞാനൊന്ന് ഞങ്ങയെ കെട്ടിപ്പിടിക്കട്ടെ, ഒന്ന് ഉമ്മ വെക്കട്ടെ. അതിനാ നബിയെ ഞാൻ ഈ പ്രതികാരം വേണമെന്ന് പറഞ്ഞത്, മറ്റൊന്നിനുമല്ല നബിയെ എന്ന് സവാദ് റളിയല്ലാഹു അൻഹു. فدعا له رسول الله صلى الله عليه وسلم بخير. ഖൈറിന് വേണ്ടി ദുആ ചെയ്തു കൊടുത്തു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ചുംബനവുമായി പോയ പോക്കാണ് സവാദ് റളിയല്ലാഹു അൻഹു വരുന്നത് ഷഹീദായിട്ടാണ്. നബിയോട് ഇങ്ങനെ ഒരു വിഷയം ചോദിക്കുന്നത് ബദറിന്റെ രണഭൂമിയിൽ പ്രതികാരമെടുക്കണം, അങ്ങ് നീതിയാൽ നിയോഗിക്കപ്പെട്ടവരല്ലേ. അത്രക്ക് നീതി കൊടുത്തിരുന്ന നബിയാണ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആവട്ടെ, ഇപ്പോഴെന്നെ വേണോ? എന്നാൽ ഇപ്പോഴാവട്ടെ, സവാദെ എടുത്തോളൂ, പ്രതികാരം എടുത്തോളൂ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹക്കിടപാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടാൻ നമ്മൾ കടപ്പെട്ടവരാണ്. ബാധ്യതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലിയർ ചെയ്യേണ്ടവരാണ്. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് ചെയ്യട്ടെ. ഈ നീതി മുസ്ലിം ലോകത്തങ്ങ് നടപ്പായാൽ, നമ്മുടെ മഹല്ലുകളിൽ നടപ്പായാൽ ദാരിദ്ര്യ നിർമാർജനം സംഭവിക്കും. പിന്നെ വീടില്ലാത്തവരുണ്ടാവില്ല. നമ്മളെ കച്ചവടക്കാരൊക്കെ ഒന്ന് മാറി, കച്ചവടം കഴിഞ്ഞിട്ട് പോരെ ഇൻഷാ അല്ലാഹ്. നമ്മുടെ വീടുകളിൽ, മഹല്ലുകളിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ, അയൽപ്പക്കങ്ങളിൽ ദാരിദ്ര്യമില്ലാത്ത അവസ്ഥ വരണം. അതിന് നമ്മളൊക്കെ ഒന്ന് ശ്രമിച്ചാൽ നടക്കും. അലി റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾ ആരും അള്ളാഹുവിനെ ചീത്ത പറയണ്ട. എന്താ ആളുകൾ ദാരിദ്ര്യം കൊണ്ട് ലോകത്ത് മരിക്കണത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയും, وما من دابة في الأرض إلا على الله رزقها. അല്ലാഹു തആല ഭക്ഷണം കൊടുക്കാത്ത ഒരു ജീവിയുമില്ല എന്ന് ഖുർആൻ പറയാ. കുറെ ആളുകൾ ഭക്ഷണം കിട്ടാതെ മരിക്കും ചെയ്യാ. ഇതെന്ത് കഥ എന്ന് നിങ്ങൾ ചോദിക്കണ്ട. ആര് പറഞ്ഞു? അലി റളിയല്ലാഹു അൻഹു. എന്തേ കാരണം? ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കും തിന്നാനുള്ള ഭക്ഷണം അല്ലാഹ് ഇറക്കിയിട്ടുണ്ട് ഇവിടെ. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ജനസംഖ്യ വർദ്ധിക്കുമ്പോ കുറെ ആളുകൾ പേടിച്ചു, ഇങ്ങനെ ഒരു ഡെമോഗ്രാഫിക് എക്സ്പ്ലോഷൻ നടന്നാൽ, ജനസംഖ്യാ വിസ്ഫോടനം നടന്നാൽ റിസോഴ്സസ് കുറവാണ്, അതിന്റെ യൂസേജ് കൂടുതലാണ്.
അപ്പൊ നമുക്ക് ഭക്ഷണം കിട്ടാതെ വരുമോ? എന്താ സംഭവിച്ചത്? ഭക്ഷണത്തിന്റെ പ്രൊഡക്ഷനും മൾട്ടിപ്ലൈഡ്, പ്രൊഡക്ഷൻ കൂടി. ഭക്ഷണം കിട്ടാതെ ആരും നടക്കുന്നില്ലല്ലോ ഇവിടെ. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ചൈനക്കാർ 1 കുട്ടി മതി എന്നുള്ളപ്പോൾ 2 ആക്കി തുടങ്ങി, 2 കുട്ടി വേണമെന്നായി. നമ്മൾ ജനസംഖ്യ നിയന്ത്രിച്ചിട്ട് കാര്യമില്ല. ഭക്ഷണം അല്ലാഹു ഏറ്റെടുത്തതാണ്. പക്ഷേ നിങ്ങൾ എന്തുകൊണ്ടാണ് ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുന്നത് കാണാൻ കാരണം, അല്ലാഹു നിങ്ങളെല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണം ഭൂമിയിൽ ഇറക്കിയിട്ടുണ്ട്. ചിലരുടെ ഭക്ഷണം ചിലരുടെ കയ്യിലാണ് അല്ലാഹു കൊടുത്തിട്ടുള്ളത്. ചിലരുടെ കയ്യിൽ കിടക്കുന്നത് ഒരു മഹല്ലിൽ മുഴുവൻ ആളുകൾക്കും തിന്നാനുള്ളതുണ്ട്. അത് അവര് വീതിച്ചു കൊടുത്താൽ പട്ടിണി തീരും, പ്രയാസം തീരും. ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കുമുള്ളത് അല്ലാഹു ഭൂമിയിൽ ഇറക്കിയിട്ടുണ്ട്. നിങ്ങളെ അല്ലാഹു പരീക്ഷിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ബാധ്യത നിർവഹിക്കുന്നുണ്ടോ? അവരവരുടെ കയ്യിലുള്ളതിൽ നിന്ന് മിച്ചം വരുന്നത്. എന്താ ചെലവഴിക്കേണ്ടത്? ഖുലിൽ അഫ്വ, നിങ്ങൾക്ക് മിച്ചം വരുന്നത് നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് കൊടുക്കാനുള്ളതാണ്. അതങ്ങനെ ചെയ്താൽ പിന്നെ ദാരിദ്ര്യമില്ല. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂൽ യമനിലേക്ക് പറഞ്ഞയച്ച സ്വഹാബിയാണ് മുആദ് റളിയല്ലാഹു അൻഹു. യമനിൽ അവർ താമസിച്ചത് ജൻസ് എന്ന് പറയുന്ന പ്രദേശത്താണ്. യമനിലെ തന്നെ തൈസ് എന്ന നഗരത്തിന്റെ ഏകദേശ കിഴക്ക് ഭാഗത്ത് ആ അൽ ജൻദിൽ താമസിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത് വരേക്കും യമനിൽ നിന്ന് വരാൻ കഴിയാതെ മഹാനായ നബിയുടെ സ്വഹാബി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു യമനിൽ തന്നെ താമസായി. നബിയുടെ വഫാത്ത് സമയത്ത് മദീനത്തേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തപ്പോഴും മദീനത്തേക്ക് വരാൻ പറ്റിയില്ല. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തപ്പോൾ മദീനയിൽ വന്നു. തിരിച്ച് ജൻദിലേക്ക് തന്നെ തിരിച്ചുപോയി. മുആദ് തങ്ങൾ വല്ലാത്തൊരു സ്വഹാബിയ. നബി തങ്ങൾ എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞൊരു സ്വഹാബിയാണ് മുആദ് റളിയല്ലാഹു അൻഹു. 16 വയസ്സേ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ പറയാണ്, മുആദേ എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടേ നിസ്കാരം കഴിഞ്ഞാൽ ഈ ഒരു ദിക്ർ നിങ്ങൾ മറക്കരുത് കേട്ടോ ചൊല്ലാൻ എന്ന് സ്നേഹത്തോടെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് നബി തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവിനെ. നമ്മൾ കുട്ടിയോട് പറയല്ലേ ദിക്ർ ചൊല്ലുമോനെ ഇല്ലെങ്കിൽ അടി കിട്ടും, അങ്ങനെയല്ല, സ്നേഹത്തോടുകൂടെ പഠിപ്പിച്ചു കൊടുക്കുക. വല്ലാഹി ഇന്നി ഉഹിബ്ബുക യാ മുആദ്, മുആദേ നിങ്ങളെ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് മുആദേ. ഫലാ തൻസയന്ന ഫലാ തദഅന്ന അൻ തഖൂല ദുബറ കുല്ലി സ്വലാഹ് അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. മുആദ് പറഞ്ഞു, വല്ലാത്ത രസം തോന്നുന്നു. നബി തങ്ങൾ പറയാം, മുആദേ എനിക്ക് നിങ്ങളോട് വല്ലാത്ത സ്നേഹമുണ്ട്, അതുകൊണ്ട് മുആദേ ഏത് നിസ്കാരം കഴിഞ്ഞാലും നിങ്ങൾ ഇത് പറയണം, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ആ ദിക്ർ പിന്നെ നിസ്കാരം കഴിഞ്ഞാൽ മുആദ് എന്നവർ ചൊല്ലാൻ മറന്നുപോയിട്ടില്ല. ആ മുആദ് എന്നവരെ നബി തങ്ങൾ നിയോഗിച്ചതാണ് യമനിലേക്ക് പോവാൻ. യമനിൽ ദീൻ പഠിപ്പിച്ചത് മുആദ് തങ്ങളാണ്. യമനിലെ അൽ ജൻദിൽ മസ്ജിദ് മുആദ് ഇബ്നു ജബൽ എന്ന വലിയൊരു പള്ളിയുണ്ടെന്ന്. മസ്ജിദ് മുആദ് ഇബ്നു ജബൽ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലെ അൽ ജൻദിൽ ചെന്നിട്ട് പള്ളി ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോ അവിടെ അഷ്റഫുൽ ഖൽഖിന്റെ ആജ്ഞപ്രകാരം ഉണ്ടാക്കിയ പള്ളിയുണ്ട്, മുആദ് തങ്ങളുടെ പള്ളി ഇന്നുണ്ടത്, മസ്ജിദ് മുആദ് ഇബ്നു ജബൽ. ആ പള്ളിയിൽ നിന്നുകൊണ്ടാണ് രാജ്യത്തിന്റെ നിയന്ത്രണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് യമനിലെ സകാത്തിന്റെ 1/3 മദീനത്തേക്ക് കൊടുത്തയച്ചു. മദീനയിലേക്ക് കൊടുത്തയച്ചു. ആര്? മുആദ് റളിയല്ലാഹു അൻഹു മദീനത്തേക്ക് കൊടുത്തയച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുആദേ ലം അബ്അസ്ക ജാബിയ ആഖിദൻ ബിജിസിയ, ജിസിയ പിരിക്കാനോ ജനങ്ങളുടെ സമ്പത്ത് പിടിച്ചു പറിക്കാനോ അല്ലല്ലോ മുആദേ നിങ്ങളെ പറഞ്ഞയച്ചത്. ولكن بعثتك لتأخذ من أغنياء الناس فتردها على فقرائهم. മുആദേ അവിടുത്തെ സമ്പന്നരായ മുതലാളിമാരിൽ നിന്ന് സകാത്ത് പിരിച്ചിട്ട് അവിടുത്തെ പാവപ്പെട്ടവർക്ക് കൊടുക്കാനല്ലയോ നിങ്ങളോട് ഞാൻ പറഞ്ഞത്? മദീനക്കാർക്ക് പൈസ അയക്കാനാണോ? എന്റെ ഖജനാവിലേക്ക്, മദീനത്തെ ഖജനാവിലേക്ക് പൈസ അയക്കാനല്ലല്ലോ മുആദേ നിങ്ങളെ പറഞ്ഞയച്ചത്. അവിടെ എടുത്തിട്ട് അവിടെ കൊടുക്കുക. എന്തിനായി കൊടുത്തയച്ചത്? എന്തിനാ ഇങ്ങോട്ട് കൊടുത്തയച്ചത്? ആര് ചോദിച്ചു? ഉമർ റളിയല്ലാഹു അൻഹു. ഇതൊക്കെ ഉമർ തങ്ങളുടെ ഭരണകാലമാണ്. മുആദ് തങ്ങൾ തിരിച്ചു പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ ആയവരെ, ഞാൻ ഈ കൊടുത്തയച്ചത്
വഅന അജിദു അഹദൻ യഅഖുദുഹു മിന്നീ. ആ സകാത്ത് സ്വത്തിന്റെ 1/3 അതാണ് ബാക്കിയായത്. അതിവിടെ വാങ്ങാൻ ആളില്ലാത്തത് കൊണ്ടാണ്. വാങ്ങാൻ ആള് വേണ്ടേ? അതുകൊണ്ട് കൊടുത്തയച്ച. ഇവിടെ പാവപ്പെട്ടവരില്ല, അതുകൊണ്ട് കൊടുത്തയച്ചു. പിറ്റത്തെ വർഷമായപ്പോ മുആദ് റളിയല്ലാഹു അൻഹു കൊടുത്തയച്ചത് ശത്റ സ്വദഖ, സ്വതക്കയുടെ നേരെ പകുതി, സകാത്ത് കിട്ടിയതിന്റെ പകുതി മദീനയിലേക്ക്. ഉമർ തങ്ങൾ അപ്പോഴും പറഞ്ഞു, മുആദേ, പൈസ കൊടുത്തയക്കാനല്ലല്ലോ നിങ്ങളെ പറഞ്ഞയച്ചത്, അവിടെ നിന്ന് വാങ്ങിയിട്ട് അവിടെ തന്നെ ചെലവഴിക്കിൻ. ഉമർ എന്നവരെ, ഇത് വാങ്ങാൻ ഇവിടെ ആളില്ല, പാവപ്പെട്ടവരില്ലപ്പോ. 3-ാമത്തെ വർഷം മുആദ് റളിയല്ലാഹു അൻഹു കൊടുത്തയച്ചത് ബഅഥ ബിസ്സദഖതി ബിഅക്മലിഹാ, സ്വതക്ക മുഴുവനും കൊടുത്തയച്ചു, സകാത്ത് മുഴുവനും മദീനത്തേക്ക്. ഉമർ തങ്ങൾ അപ്പോഴും പറഞ്ഞു ഇതേ വാക്ക്. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു മറുപടി, ഉമർ എന്നവരെ, ഇനി സകാത്ത് വാങ്ങാൻ അർഹതയുള്ള പാവപ്പെട്ടവർ യമനിൽ ബാക്കിയില്ല അമീറുൽ മുഅ്മിനീൻ. ദാരിദ്ര്യം തീർന്നു കഴിഞ്ഞു. എന്തേത് വരാൻ കാരണം എന്നറിയോ? നാട്ടുകാര് സകാത്ത് കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ്. നമ്മൾ സകാത്ത് സ്വതക്ക കൊടുക്കുക 25,000-ന്, അതിന് അടുത്ത പിരിവ് കിട്ടണമെങ്കിൽ അടുത്ത 25,000 ആവണം. സുബ്ഹാനല്ലാഹ്. എത്രയോ ആളുകൾക്ക് സകാത്ത് കൊടുക്കാനുണ്ടാവും. നമ്മുടെ വീടുകളിൽ കിടക്കുന്ന സ്വർണം, വെള്ളി പോലെയുള്ള മഅദിനുകൾ, മെറ്റലുകൾ, സ്വർണം 10.5 പവന്റെ മുകളിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് ഇദ്ദിഖാറിന്റെ നിയ്യത്തോടുകൂടെ, ധരിക്കാനല്ല, ആഭരണമായി പിന്നീട് എപ്പോഴെങ്കിലും അണിയാനൊന്നുമല്ല, ഒരു പൈസയായി കിടന്നോട്ടെ, എപ്പോഴെങ്കിലും പൈസയുടെ ആവശ്യം വരുമ്പോൾ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ മാറ്റിവെക്കുന്ന 10.5 പവനും അതിന് മുകളിലുള്ള സ്വർണത്തിനും ഒരു വർഷം പൂർത്തിയായാൽ അതിന്റെ 2.5% സകാത്താണ്. അത് പിന്നെ നിങ്ങളുടേതല്ല, പാവപ്പെട്ടവർ കൊടുക്കാനുള്ളതാണ്. ബിനിയ്യത്തിൽ ഇദ്ദിഖാർ, സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി എന്ന നിയ്യത്തിൽ നിങ്ങൾ മാറ്റിവെക്കുന്നത്, സൂക്ഷിച്ചു വെക്കുന്നത്, പൈസയായിട്ട് ഉപയോഗിക്കാൻ മാറ്റിവെച്ചത്, ഒരു കൊല്ലം അറബ് മാസപ്രകാരം ഒരു കൊല്ലം പൂർത്തിയായാൽ അതിന്റെ 2.5% സകാത്ത് അത് നിങ്ങളുടെ മഹല്ലിൽ കൊടുക്കിൻ, നിങ്ങളുടെ മഹല്ലിലെ പാവപ്പെട്ടവർക്ക് കൊടുക്കുവിൻ. ആ മഹല്ല് സ്വയം പര്യാപ്തമാവുമല്ലോ. ഇസ്ലാം ഇത് ചെയ്തു കാണിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീൻ പറയുന്നത് ഈ രീതിയിലുള്ള നീതിയാണ്, സർവത്ര നീതി. ഒരു സ്വലാത്ത് ചൊല്ലിയിരിക്കും. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഈ മഴയില്ലാത്തതുകൊണ്ട് ചൂടുണ്ടാവും അല്ലേ? ചൂടുക്കണ്ട. നമ്മുടെ സംഘാടകരുടെ ബേജാർ എത്രയായിരുന്നറിയോ? ഇന്ന് നേരം വെളുത്തിട്ട് ഞാൻ കോഴിക്കോട് നിന്ന് വരുമ്പോ പടച്ച റബ്ബേ, ഇങ്ങനെ മഴ പെയ്താൽ ഇന്നത്തെ വേളൊക്കെ ആകെ പ്രശ്നമാവുമല്ലോ. അല്ലാഹുമ്മ ഹവാലൈന വല അലീന, പടച്ചോനെ ഞങ്ങൾക്ക് പരിപാടിക്ക് നടക്കുന്ന ആ പ്രദേശത്ത് ഇപ്പൊ മഴ തരല്ലേ, അതിന്റെ ചുറ്റുഭാഗത്തേക്ക് കൊടുത്തേക്ക് റബ്ബേ. അല്ലാഹുമ്മ അലൽ അഖാമി വഅലൽ ജിബാലി വമനാബിത്തി ഷജർ. നിങ്ങളും ഇവിടുത്തെ ഉസ്താദ്മാരും ഞാനും ഒക്കെ എല്ലാവരും ദുആ ചെയ്തതിന്റെ ഫലമായിരിക്കണം നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നത്. ചെറിയൊരു ചൂടൊക്കെ നമ്മൾ സഹിക്കുക ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മുടെ സയ്യിദ് അവറുകൾ ഇവിടെ കുറച്ച് തേൻകുപ്പി ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൽ ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്ത് അതിൽ റുഖിയ ചെയ്തിട്ടുണ്ട്. മന്ത്രിച്ചൂത് എന്ന് പറഞ്ഞ് അത് റുഖിയ ചെയ്യുക, ദുആ ചെയ്ത് അള്ളാഹു ശിഫ കൊടുക്കണേ എന്ന് പറഞ്ഞ് മന്ത്രിച്ചൂതിയ തേൻകുപ്പി ഇവിടെ ഉണ്ട്. അത് ഒരു 200 റുപ്യെങ്കിലും മിനിമം നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ കൊടുത്തിട്ട് ഒരു കുപ്പി നിങ്ങൾ വാങ്ങിക്കുക. നമ്മുടെ സംഘാടകരെ നിങ്ങളുടെ ഇടയിലൂടെ കൊണ്ടുവരും. നമ്മുടെ ഈ ഒരു 2014-15 വിഷൻ എന്ന് പറഞ്ഞ വലിയ പദ്ധതി ഞാൻ നേരത്തെ വായിച്ചല്ലോ, അതിൻ്റെ പ്രവർത്തനത്തിലേക്ക് എടുക്കാനുള്ളതാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ സംഘാടകർ വരുമ്പോൾ ആ വിഷയത്തിൽ അത് മിനിമം അതിൽ കൂടുതൽ കൊടുക്കാമെന്ന് അങ്ങനെ കൊടുത്തിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓരോന്ന് കൈപ്പറ്റണം എന്ന് വസിയത്ത് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്വതക്ക ചെയ്യാനായി നമ്മുടെ സംഘാടകർ നിങ്ങളെ ബക്കറ്റുമായി സമീപിക്കുന്നുണ്ട്. എന്തെങ്കിലും എന്ത് ചെയ്യുക, നല്ലൊരു സ്വതക്ക ചെയ്തോളൂ. വെള്ളിയാഴ്ച ദിവസമാണ്. അസർ നിസ്കാരം കഴിഞ്ഞ അസറിന്റെ സമയം മുതൽ മഗ്രിബിന്റെ സമയത്തിനിടയിൽ 1 മണിക്കൂർ നേരം ദുആഇനും എല്ലാ അമലും അല്ലാഹു സ്വീകരിക്കുന്ന 1 മണിക്കൂർ ഉണ്ടെന്നാണ് എല്ലാ വെള്ളിയാഴ്ചയും. അതൊരു പക്ഷേ നമ്മളിപ്പോൾ നിലകൊള്ളുന്ന സമയമായിരിക്കും. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. ഇരിക്കെ ജസാകുമുല്ലാഹ് ഖൈർ. ഫൈറൂസ് ദൈലമി എന്ന് പറയുന്ന ഒരാൾ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലേക്ക് വരുന്നു.
അദ്ദേഹം അടുത്ത മുസ്ലിമായ ആളാണ്. അദ്ദേഹം രാജാവായിരുന്നു. ഉമർ തങ്ങൾ അധികാരം ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുമായി ചില വിഷയം ചർച്ച ചെയ്യാൻ ഉമർ റളിയല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോ ഉമർ റളിയല്ലാഹുവിന്റെ വാതിൽക്കൽ ഖുറൈശികളായ മക്കക്കാരായ കുറച്ച് ചെറുപ്പക്കാരുണ്ട്. അപ്പോ ഓരോരുത്തരും അവരവരുടെ ടേണിൽ കയറുകയാണ്. ആർക്കാണ് ഇനി അടുത്ത ടോക്കൺ? നമ്മൾ ഡോക്ടർമാരുടെ അടുത്ത് ചെല്ലുമ്പോഴല്ലേ അങ്ങനെ ഓരോരുത്തരുടെ ടോക്കൺ കഴിഞ്ഞ് അടുത്ത ആള് കയറുക എന്ന് പറഞ്ഞ പോലെ അങ്ങനെ കയറാൻ നിൽക്കുമ്പോ ഫൈറൂസ് ദൈലമിയെ മറികടന്ന് മറ്റൊരു ചെറുപ്പക്കാരൻ ലൈനിന്റെ ഉള്ളിലേക്ക് കടന്നു. ഉണ്ടല്ലേ, ലൈൻ ഓവർടേക്ക് ചെയ്യുമ്പോൾ വല്ലാത്ത വിഷമം തോന്നും. ഈ ക്യൂ നിൽക്കുമ്പോഴേ, ടിക്കറ്റ് വാങ്ങിക്കാനോ റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിന് കാത്തിരിക്കുമ്പോഴോ ഒക്കെ നമ്മൾ ക്യൂ നിൽക്കുമ്പോൾ ക്യൂ ജമ്പ് ചെയ്യുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നും. അങ്ങനെ ക്യൂ ജമ്പ് ചെയ്യാതെ വളരെ അച്ചടക്കത്തിൽ ക്യൂ നിൽക്കുന്നത് ഒരു സ്ഥലത്തെ ഞാൻ കണ്ടിട്ടുള്ളൂ. റോഡ് സൈഡിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ബീവറേജിന്റെ മുമ്പിൽ വിദേശ മദ്യങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ക്യൂ, എന്തോ ഒരു അച്ചടക്കമുള്ള ക്യൂ ആണ് പടച്ചോനെ. എന്തോ ഒരു ക്ഷമയിലാണ് നിൽക്ക് മണിക്കൂറുകൾ നിൽക്കുന്നുണ്ടാവും. സുബ്ഹാനല്ലാഹ്. മുസ്ലിമീങ്ങളായ ആളുകൾ എപ്പോഴും ഒരു വിഷയത്തിന്റെ റൂൾസ് പാലിക്കേണ്ടവരാണെന്നാണ്. ട്രാഫിക് ആണെങ്കിൽ ട്രാഫിക് റൂൾസ് നമ്മൾ പാലിക്കണം. ഒരു സ്ഥലത്തെ വല്ല നിയമമുണ്ടെങ്കിൽ നമ്മൾ പാലിക്കേണ്ടവരാണ്. നമ്മൾ ഇൻതിളാമിന്റെ ആളുകളാണ്, വളരെ സ്ട്രക്ചറിൽ ജീവിക്കേണ്ടവരാണെന്നാണ്. ഏതായിരുന്നാലും ഫൈറൂസ് ദൈലമി ഉമർ റളിയല്ലാഹുവിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ ഫൈറൂസ് ദൈലമിയെ ഓവർടേക്ക് ചെയ്യാൻ ഒരു ഖുറൈശി ചെറുപ്പക്കാരൻ വന്നപ്പോ ഒരൊറ്റ അടി വെച്ചു കൊടുത്തു. മൂക്കിലൂടെ ചോര വന്നു. ചോര വന്നത് ഫലം ആ ചെറുപ്പക്കാരൻ ചോര ചിന്തുന്ന ചോര ഒലിക്കുന്ന മൂക്കുമായി ഓടിച്ചെന്നു. അമീറുൽ മുഅ്മിനീൻ ഉമർ എന്നവരെ, ഇതാ ഫൈറൂസ് ദൈലമി എന്നെ അടിച്ചിരിക്കുന്നു. ഉമർ എന്നവരെ, എന്നെ അടിച്ചിരിക്കുന്നു, എനിക്ക് നീതി വേണം. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ ഹാദാ യാ ഫൈറൂസ്, എന്താണ് ഫൈറൂസേ ഇത്? ഉമർ തങ്ങളോട് വിഷയം പറഞ്ഞു. ഉമർ തങ്ങൾ പറഞ്ഞു, ഖിസാസ് വേണം, പ്രതികാരം വേണം. ഇസ്ലാം നീതിയാണ്, പ്രതികാരമെടുക്കണം എന്ന് പറഞ്ഞാൽ ഫൈറൂസ് ദൈലമി ഇയാളെ തിരിച്ചടിക്കും, അത് നിങ്ങൾ കൊള്ളണം. ഫൈറൂസ് ദൈലമി ഒരു കുട്ടിയെ പോലെ മുട്ടുകാലിൽ ഇരുന്നു കൊടുത്തു. ആ ചെറുപ്പക്കാരൻ അടിക്കാൻ നിന്നു കൊടുത്തു. ആരാണിത്? ഉമർ റളിയല്ലാഹുവിനെ ഏൽപ്പിച്ച ഗവർണറാണിത്. ഗവർണറാണ്, ഏതെങ്കിലും ഒരു പഞ്ചായത്തിന്റെ ഭരണാധികാരിയല്ല. ഒരു ഗവർണർ എന്ന് പറയുമ്പോൾ വലിയൊരു പ്രവിശ്യയാണ് ഏൽപ്പിക്കപ്പെടുക. അതിന്റെ നേതാവാണ് ഫൈറൂസ് ദൈലമി. ഉമർ തങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ ഒരു സംഭവം നടന്നപ്പോ ഒരു ദേശത്തിന്റെ പുറകിൽ അയാൾ അടിച്ചതാണ്. പക്ഷേ പ്രതികാരം വേണം. ഇരുന്നു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു, ഇരുന്നു കൊടുത്തു. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് തിരിച്ചടിക്കാം ഇയാളെ. നിങ്ങൾക്ക് കിട്ടിയ അടിയുടെ അത്ര അതിലേറാൻ പാടില്ല, കുറഞ്ഞാ കുഴപ്പമില്ല, ഏറാൻ പാടില്ല. ആ ഫോഴ്സിലേ കൊടുക്കാവൂ. ചെറുപ്പക്കാരെ, ഒന്ന് നിൽക്കേ, നീ അടിക്കും മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. അള്ളാഹുവിന്റെ മുത്ത് റസൂൽ ഒരിക്കൽ പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ട ഒരു ഹദീസ് ചെറുപ്പക്കാരാ, നിനക്ക് പറഞ്ഞു തരാം. നീ ഫൈറൂസ് ദൈലമിയെ അടിച്ച് നിന്റെ പ്രതികാരം എടുക്കുന്നതിന്റെ മുമ്പ് എന്താണ് ഹദീസ് എന്നറിയുമോ? ഖുതിലൽ ലൈല അൽ അസ്വദുൽ അനസിയുൽ കദ്ദാബ്, കള്ളപ്രവാചകനായി യമനിൽ പ്രത്യക്ഷപ്പെട്ട അസ്വദുൽ അൻസി എന്ന് പറയുന്ന മനുഷ്യൻ ഇന്ന് കൊല ചെയ്യപ്പെട്ടു എന്ന വിവരം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. ആര് പറയാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുതിലൽ ലൈല അൽ അസ്വദുൽ അൻസിയുൽ കദ്ദാബ്, അസ്വദുൽ അനസി എന്ന് പറയുന്ന കള്ളപ്രവാചകൻ യമനിൽ നബിയാണെന്ന് വാദിച്ചു വന്ന ആളാണ്. അയാള് കൊല്ലപ്പെട്ടു. ഖതലഹു അൽ അബ്ദുസ് സ്വാലിഹു, ആ മനുഷ്യനെ കൊല ചെയ്തത് ഒരു സ്വാലിഹായ മനുഷ്യനാണ്, ഒരു നല്ല മനുഷ്യനാണ്. ഫൈറൂസ് ദൈലമി, ഫൈറൂസ് ദൈലമി എന്ന് പറയുന്ന നിങ്ങളുടെ മുമ്പിൽ കാൽമുട്ട് മടക്കി അടികൊള്ളാൻ കാത്തിരിക്കുന്ന ഈ മഹാനെ കുറിച്ച്, ഇവരാണ് അസ്വദുൽ അൻസിയെ കൊല ചെയ്തത്, കള്ളപ്രവാചകനെ തുരത്തി ഓടിച്ചത് ഇയാളാണ്, ഇവരാണ് എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറയുകയേ വേണ്ടൂ. ആ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ നാവുകൊണ്ട് ഒരു നല്ല മനുഷ്യനാണെന്ന് പറയപ്പെട്ട നിങ്ങളെ ഞാൻ അടിക്കുകയോ? ഞാനത് ചെയ്യൂല, ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റപ്പോ മഹാനായ ഫൈറൂസ് ദൈലമി, അസ്വദുൽ അൻസിയെ കൊന്നവർ 3 പേരാണ്. അതിൽ ഒന്നാണ് ഫൈറൂസ് ദൈലമി. ഈ ഫൈറൂസ് ദൈലമി എന്ന് പറയുന്നത് എത്യോപ്യയിലെ നജാഷി രാജാവിന്റെ പെങ്ങളുടെ മകനാണ്.
നജാഷി രാജാവുണ്ടല്ലോ, ആദ്യം ഹിജ്റ പോയപ്പോ സ്വഹാബികളെ സ്വീകരിച്ച അന്നത്തെ ക്രിസ്തീയ ഭരണാധികാരി, അവർ പിന്നെ സ്വഹാബി, അവർ പിന്നെ മുസ്ലിമായി. അവരുടെ പെങ്ങളുടെ മകനാണ് ഫൈറൂസ് ദൈലമി. അദ്ദേഹമാണ് ഈ കള്ള പ്രവാചകനെ വകവരുത്തിയത്. ആ ഒരു വാക്ക് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു എന്ന് കേട്ടപ്പോഴേക്കും മാപ്പ് കൊടുക്കാണ്. മാപ്പ് കൊടുത്തപ്പോ ഫൈറൂസ് ദൈലമി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ചെറുപ്പക്കാരാ, യാ അഖാ ഖുറൈശ്, ഖുറൈശികളുടെ സഹോദര, എന്റെ ഈ വാള്, ഞാൻ സഞ്ചരിക്കുന്ന എന്റെ ഈ കുതിര, പിന്നെ 30,000 ദിർഹം നിങ്ങൾക്ക് എന്റെ വക ഞാൻ തന്നിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു കണ്ടുകൊണ്ട് പറഞ്ഞു, ആ ഖുറൈശി ചെറുപ്പക്കാരോട് പറഞ്ഞു, അഫൗത മഅജൂറാ വഅഖദ്ത മാലാ. നീതിയാണ് ഇവിടെ നടപ്പാക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു നീതി നടപ്പാക്കാൻ, ആരാണോ ഇവിടെ കുറ്റം ചെയ്തത് അവർ ശിക്ഷ അർഹിക്കുന്നു. അത് ഭരണാധികാരിയും പ്രശ്നമല്ല, സാധാരണക്കാരും പ്രശ്നമല്ല. ഇതാണ് ഇസ്ലാമിന്റെ നയം. പക്ഷേ ഈ ചെറുപ്പക്കാരൻ ഇവിടെ മാപ്പ് ചെയ്ത് കൊടുത്തപ്പോ അള്ളാഹുവിന്റെ അടുത്ത് കൂലി കിട്ടിയോ? കിട്ടി. പുറമെ 30,000 ദിർഹം പൈസയും ഈ ഫൈറൂസ് ദൈലമിയുടെ കുതിരയും അദ്ദേഹം ഉപയോഗിക്കുന്ന വാളും സമ്മാനവും. ഉമർ തങ്ങൾ പറഞ്ഞു, ഇത് വല്ലാത്തൊരു കോളായിപ്പോയല്ലോ. നിങ്ങൾ മാപ്പ് ചെയ്തു കൊടുത്തു, അള്ളാഹു അതിന് കൂലി തരും. ഒരുപാട് സമ്പത്തും കിട്ടിയില്ലേ? ഒരുപാട് സമ്പത്ത് കിട്ടി, അള്ളാഹു പുറത്തു തരികയും ചെയ്തു എന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിച്ചെടുത്ത നീതിയാണത്. നീതിയാണത്. ശരീരത്തോടുള്ള പ്രഹരത്തിന് അങ്ങനെയാണ് നീതി. ഗീബത്തിന്, നമീമത്തിന് ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാൽ അങ്ങോട്ട് ചീത്ത പറയാൻ പാടില്ല. അതാണ് നമ്മുടെ ശരീഅത്ത്. ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാൽ അങ്ങോട്ട് ചീത്ത പറയരുതെന്ന. ശരീരത്തിന് ഉപദ്രവിച്ചു, അങ്ങോട്ട് തിരിച്ച് പ്രതികാരമെടുക്കാൻ ഇസ്ലാമിന്റെ ഗവൺമെന്റ് ഉണ്ടെങ്കിൽ അവിടെ അധികാരമുണ്ട്. വ്യക്തികൾ നിയമം കയ്യിലെടുക്കാനും പാടില്ല. ഗീബത്ത് പറഞ്ഞവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടിക്കണം. നമുക്കറിയാമല്ലോ, ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. നമ്മൾ ആരെ പറ്റിയെങ്കിലും പറഞ്ഞു, ആ പറഞ്ഞവർ, പറയപ്പെട്ടവർ, നമ്മൾ ഒരാളെ പറ്റി പറഞ്ഞു, അയാളത് അറിഞ്ഞിട്ടുണ്ട് നമ്മൾ പറഞ്ഞു എന്ന വിവരം, എന്നാൽ നമ്മൾ അവരോട് നേരിട്ട് ചെല്ലാതെയോ നേരിട്ട് അവരോട് എന്ത് ചെയ്യണം? പൊറുക്കലിനെ ചോദിക്കണം, മാപ്പ് ചോദിക്കണം. അത് മടിയൊന്നും വിചാരിക്കരുത്. ഏതെങ്കിലും പെൺകുട്ടി എന്റെ അമ്മായിമ്മയെ ചീത്ത പറഞ്ഞു എന്ന് വിചാരിക്കുക. അമ്മായിമ്മ അറിഞ്ഞു, പൊന്നാരുമ്മ, ഞാനൊരു ബുദ്ധി മോശം കൊണ്ട് അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്, നിങ്ങൾ എന്നോട് പൊരുത്തപ്പെട്ടേക്ക്. എന്നാ ആ കറ തീർന്നില്ല, ആ ഒരു വിഷമം തീർന്നില്ലേ? അല്ലെങ്കിൽ ഒരു പെങ്ങൾ മറ്റൊരു പെങ്ങളെ, ഒരു സ്ത്രീ മറ്റൊരു കൂട്ടുകാരിയെ എന്തെങ്കിലും പറഞ്ഞാൽ, ഒരാണ് മറ്റൊരാണിനെ, ഇലക്ഷനൊക്കെ ഉണ്ടാവുമ്പോൾ പല ചീത്ത പറച്ചിലുണ്ടാവും, സ്ഥാനാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊരുത്തപ്പെടിക്കണം എന്നാണ്. അത് അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക. അറിഞ്ഞിട്ടില്ല നമ്മൾ പറഞ്ഞത്, എന്നാ പിന്നെ അയാൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കണം. പടച്ചോനെ, ഞാൻ ആരെ പറ്റി ഗീബത്ത് പറഞ്ഞുവോ അയാൾക്ക് നീ പുറത്തു കൊടുക്കുക റബ്ബേ. ഇതാ റബ്ബേ, എന്റെ വക ഈ മയ്യിൽ മുസ്ലിം ജമാഅത്തിന്റെ പദ്ധതികൾക്ക് എന്റെ വക ഞാൻ 5,000 രൂപ കൊടുക്കാൻ, ഇതിന്റെ കൂലി ഞാൻ ആ ചീത്ത പറഞ്ഞ ആ മനുഷ്യണ്ടല്ലോ, ആ മനുഷ്യൻ, അദ്ദേഹത്തെ പറ്റി ഞാനാ പറഞ്ഞ ഗീബത്തിന് എനിക്ക് പുറത്തുതാ, നീ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുക പടച്ചവനെ എന്ന് പറഞ്ഞ് അയാൾക്ക് കൂലി കിട്ടാൻ വേണ്ടി സ്വതക്ക ചെയ്യണമെന്നാ. എന്നല്ലാതെ അയാൾ കേട്ടിട്ടില്ല, അറിഞ്ഞിട്ട് പോലുമില്ല. ചിലപ്പോൾ പെണ്ണുങ്ങൾക്ക് അങ്ങനെ അബദ്ധം സംഭവിക്കും. പിന്നെ ഞാൻ അന്നങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ, എന്തേ ഈ പറഞ്ഞത്? ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, നിങ്ങൾ പൊരുത്തപ്പെട്ടിരണം. ആ സ്ത്രീ അത് അറിഞ്ഞിട്ടില്ല, നിങ്ങൾ ആദ്യമായിട്ട് ചെന്ന് പറഞ്ഞു കൊടുക്കാൻ. അത് ചെയ്യരുത്. കാരണം ഗീബത്ത്, നമീമത്ത് പറഞ്ഞാൽ മനസ്സ് വേദനിക്കും എന്നതാണ് അതിലെ വിഷയം. അതുകൊണ്ടാണ് അത് ചെയ്യരുതെന്ന് പറയാൻ കാരണം. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു വിഷമം തോന്നൂലേ? അത് വിഷമിപ്പിക്കരുത്, അത് ചെയ്യരുത്. അറിഞ്ഞിട്ടില്ലെങ്കിൽ, നമ്മൾ ആ പറഞ്ഞത് അവരറിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുക, അവർക്ക് കൂലി കിട്ടാൻ വേണ്ടി സ്വതക്ക ചെയ്യുക. അറിഞ്ഞിട്ടുണ്ടോ നേരിട്ട് ചെന്ന് പൊരുത്തപ്പെടിക്കണം എന്നാണ്. അള്ളാഹു അങ്ങനെയൊക്കെ നമ്മുടെ ഹക്കടപാടുകൾ പരസ്പരം വീട്ടാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫാറൂഖ് റളിയല്ലാഹു അൻഹു പൊരുത്തപ്പെടിക്കുമായിരുന്നു. മദീനയിലൂടെ നടക്കുമ്പോൾ മഹാനായ സലമത്ത് ഇബ്നുൽ അക്വഅ റളിയല്ലാഹു അൻഹു റോഡിന്റെ നടുവിലൂടെ നടക്കുന്നുണ്ട്. ചില ബൈക്കുകാരൊക്കെ അങ്ങനെ ഉണ്ടാവും, ചെറിയ റോഡായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പൊ നിങ്ങളുടെ ഈ മയ്യിൽ ഭാഗത്തൊക്കെ, കേരളം മൊത്തം അങ്ങനെ തന്നെയാണ്, എന്നാലും ഇവിടെ നിന്ന് ഉള്ളോട്ടൊക്കെ പോകുമ്പോഴൊക്കെ വളരെ ചെറിയ റോഡുകൾ കാണുന്നുണ്ട്. ഒരു ബൈക്കുകാരൻ സെന്ററിലൂടെ പോകുമെന്ന് വിചാരിക്കുക, അല്ലെ ഓട്ടോറിക്ഷക്കാരൻ പോവാണ്, ഒരു സൈഡ് കൊടുക്കാതെ. ഒരു കാറ് പോവാണ്, ഒരു ബസ് പോവാണ്, ഒരു വാഹനം മറികടന്ന് പോകണം, അനുവദിക്കുക, നിന്നെ ഞാൻ വിടൂല. ഈ ഏർപ്പാടുണ്ട് റോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക്, നിന്നെ ഞാൻ വിടൂല. ഈ ബാക്ക് പോകുന്നവൻ
ഉമ്മ സക്രാത്ത് കിടക്കുമ്പോൾ ഉമ്മാക്കെല്ലാം മരുന്ന് വാങ്ങാൻ പോണ പോക്കായിരിക്കും. ഓൻ വിചാരിക്കും ഓൻ കാറ് കൊണ്ട് ചെത്തി പൊളിക്കുകയാണെന്ന്. ഓൻ അത്യാവശ്യത്തിന് പോവായിരിക്കും. റോഡിന്റെ നടുവിൽ നടക്കാൻ പാടില്ല എന്നാ. അത് ട്രാഫിക് നിയമമാണ്, ഇസ്ലാമിന്റെ ട്രാഫിക് നിയമമാണത്. സലമത്ത് ബിൻ അക്വഅ റളിയല്ലാഹു അൻഹു റോഡിന്റെ മധ്യത്തിലൂടെ ഒട്ടകപ്പുറത്ത് നടക്കുമ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു സലമയെ അടിച്ചു, സലമത്ത് ബിൻ അക്വഅ റളിയല്ലാഹു അൻഹുവിനെ. എന്നിട്ട് പറഞ്ഞു ഉമർ തങ്ങൾ, തനഹ അൻ വസതി ത്വരീഖ്, ഈ വഴിയുടെ നടുവിൽ നിന്ന് മാറി നിൽക്കടോ. സലമ വഴിയുടെ ഓരത്തുകൂടെ നടക്ക്, റോഡ് ബ്ലോക്ക് ചെയ്യല്ല, വഴി തടഞ്ഞു വെക്കല്ലേ. ആളുകൾക്ക് ഉപയോഗിക്കാൻ പബ്ലിക് റോഡുകളാണ്. എന്ത് ചെയ്യരുത്? വാഹന തടസ്സമുണ്ടാക്കരുത്. ഇപ്പൊ നമ്മളിപ്പോ ഒരു വാഹനം നടക്കുകയാണ്, ചില വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടാവും. നമ്മളുടെ ആ ഒരു വാഹനം പാർക്ക് ചെയ്തതിലൂടെ ഈ റോഡിലൂടെയുള്ള സഞ്ചാരം തടസ്സപ്പെടാൻ പാടില്ല. വോളണ്ടിയർമാർ അത് ശ്രദ്ധിക്കും വേണം. വോളണ്ടിയർമാരുടെ ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ജോലി ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ട്രാഫിക് നിയന്ത്രിക്കലാണ്. ആർക്കും പ്രയാസം. പ്രസവ വേദന എടുത്ത് പോകുന്ന പെണ്ണുങ്ങൾ ഉണ്ടാവും അതില്. ആ ഹോസ്പിറ്റലിലേക്ക് അർജന്റായിട്ട് എത്തിക്കേണ്ട സീരിയസ് ആയിരിക്കുന്ന രോഗികൾ കാണും. റോഡ് തടസ്സപ്പെടുത്തരുത്. മുമ്പൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, റോഡ് ബ്ലോക്കാക്കിയ എന്തോ വലിയ കാര്യമാണ്, അങ്ങനെ എന്നുള്ള ആൾക്കാർ ശപിക്കും മനസ്സുകൊണ്ട്. അപ്പോ നോക്കില്ലേ വോളണ്ടിയർമാര്, ബ്ലോക്കൊന്നുമില്ലല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോ അത് നിയന്ത്രിക്കേണ്ടതാണ്. ഉമർ റളിയല്ലാഹു അൻഹു സലമത്ത് ബിൻ അക്വഅ എന്ന് പറയുന്ന സ്വഹാബിയെ വഴിയുടെ നടുവിലൂടെ നടക്കുമ്പോഴാണ് അടിച്ചത്. സലമ മാറി നിൽക്ക് റോഡിന്റെ സൈഡിൽ നിന്ന്. അടികിട്ടി. ഉമർ തങ്ങളെ കണ്ടാൽ തന്നെ ഓടും. ഉമർ തങ്ങളാണെങ്കിലോ മദീനയിലെ ട്രാഫിക് നിയമം ചെക്ക് ചെയ്യുകയാണപ്പോ. നോക്കണം, ഇസ്ലാമിന്റെ ഗവൺമെന്റ് എല്ലായിടത്തും നീതി. വഴിയിൽ പോകുന്നവർക്ക് നീതി വേണം, വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് അർഹമായ അവകാശം വേണം. നിബിതങ്ങൾ പറയുമായിരുന്നു, നിങ്ങൾ ആരും വഴിയിൽ പോയി വായ നോക്കിയിരിക്കാൻ പാടില്ല. ഇയ്യാകും വൽ ജുലൂസ് അല തുറുഖാത്ത്, ബസ് സ്റ്റോപ്പുകളിലെ, ഓവുപാലങ്ങളിലെ, വെയിറ്റിംഗ് ഷെഡുകളിലെ ചെറുപ്പക്കാർ കൂട്ടമായിരുന്നാൽ അവരുടെ മുമ്പിലൂടെ ഒരു കുടുംബത്തിന് നടന്നു പോവാൻ പ്രയാസം വരും. കമന്റടികൾ വരും, വിശലടികൾ വരും, അപമര്യാദയുള്ള വാക്കുകൾ വരും. വാപ്പയും മകളും നടക്കുമ്പോ വാപ്പാക്ക് കേൾക്കാൻ പാടില്ലാത്തത് വരും, മകൾക്ക് കേൾക്കാൻ പാടില്ലാത്തത് വരും. ഇയ്യാകും വൽ ജുലൂസ് അല തുറുഖാത്ത്, നിങ്ങളാരും വഴിയിൽ ചെന്ന് ബ്ലോക്ക് ഉണ്ടാക്കരുതേ. ആര് പറഞ്ഞു? മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിന്റെ നിയമങ്ങൾ എത്ര മനോഹരമാണ്. നമ്മളാണ് ഇടുക്കി കൊടുക്കുന്നത്. ഒരു വാഹനം കടന്നു പോവാൻ ഒരു വഴി, ഒരു 2 അടി എന്റെ മതിലൊന്ന് മാറ്റിക്കുത്തിയാൽ ഒരു വാഹനം ഇടതടവില്ലാതെ പോരും ചെയ്യൂല. എന്റെ അഹങ്കാരം, ഞാൻ വിട്ടുകൊടുക്കൂല. ഈ 2 സെന്റ് കൊണ്ട് കബർ കൊണ്ടുപോകാൻ പറ്റുമോ? ചെയ്തു കൊടുക്കൂല. മനുഷ്യന്മാരെന്താ ഇങ്ങനെ വിഷ്കന്മാരായത്? 2 അടി സെന്റിന്റെ എത്രയോ സ്ഥലം അപ്പുറത്ത് ബാക്കിയുണ്ട്. എന്നാലും ഒരു മനുഷ്യന് ഉപകാരം എടുക്കണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു തരം പിശുക്ക് മനുഷ്യരുടെ ഇടയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. വഴികൾ വിശാലമാക്കി കൊടുക്കണമെന്നാണ് ശരീഅത്ത് പറയുന്നത്. വഴികൾ വിശാലമാക്കി കൊടുക്കണം, ജനങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കരുത്. ഇയ്യാകും വൽ ജുലൂസ് അല തുറുഖാത്ത്, മുത്തുനബിയാണ് പറയുന്നത്, നിങ്ങൾ വഴിയിൽ ആളുകളെ ബുദ്ധിമുട്ടാക്കുന്ന വിധം വഴിയിൽ പോയിരിക്കരുതേ. അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, ഞങ്ങൾക്ക് സ്വറ പറഞ്ഞിരിക്കാനും വർത്തമാനം പറഞ്ഞിരിക്കാനും വേറെ സ്ഥലങ്ങളില്ലല്ലോ നബിയേ. എന്ത് ചെയ്യും നബിയേ, ഞങ്ങൾക്ക് ഇരിക്കാൻ ഒരു ഇടമില്ലല്ലോ. അന്നേരം പറഞ്ഞതാ നിബിതങ്ങൾ, അങ്ങനെയാണെങ്കിൽ ഒരു വഴിക്ക് അതിന്റെ അവകാശം നിങ്ങൾ വകവെച്ചു കൊടുക്കണം. എന്തൊക്കെയാണ് അവകാശങ്ങൾ നബിയെ എന്ന് ചോദിച്ചപ്പോ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോന്നോരോന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. റദ്ദുസ്സലാം, സലാം അടക്കണം, അവിടുത്തെ വഴിയിലെ തടസ്സങ്ങൾ നീക്കിക്കൊടുക്കണം, അപമര്യാദയായി പെരുമാറരുത്, അക്രമങ്ങൾ തടഞ്ഞു വെക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? നാവും കണ്ണും സൂക്ഷിക്കാൻ പറ്റുമോ? എന്നാ കുഴപ്പമില്ല. വഴിയുടെ അവകാശം വകവെച്ചു കൊടുക്കണം. വഴിയിൽ പോകുന്നവർക്ക് നീതി വേണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദീൻ ഇത്രയും വിശാലമാണ്. നമ്മൾ വിചാരിച്ചു ദീൻ എന്ന് പറയുന്നത് നമ്മുടെ ജുമുഅ നിസ്കാരവും അസ്റും മഗ്രിബും ഇശാവും സുബഹിയും കഴിഞ്ഞാൽ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ, പിന്നെ ദീനില്ല. വഴിയിൽ ദീനുണ്ട്. വാഹനം ഓടിക്കുമ്പോ ദീനുണ്ട് നമ്മുടെ കൂടെ. വഴിയിലൂടെ റോഡിലൂടെ നടന്നു പോകുമ്പോ ഉമ്മമാരെ, സഹോദരിമാരെ പ്രത്യേകിച്ച് പറയുന്നു, വഴിയിലൂടെ രാത്രികാലങ്ങളിൽ പർദ്ദ ധരിച്ചു പോകുന്ന പെണ്ണുങ്ങൾ അവർ വിചാരിക്കും, ഞാനിപ്പോ ഒരു വലിയൊരു മനുഷ്യത്തിയല്ല, എന്നെ കാണൂലേ ഡ്രൈവർമാർ? കാണൂല. രാത്രിയിൽ ഇരുട്ട് അങ്ങനെയാണ്.
സ്ട്രീറ്റ് ലൈറ്റുകൾ ഇല്ലാത്ത റോഡാണ് നമ്മുടെ റോഡുകൾ. ഇങ്ങോട്ടൊരു വാഹനം വന്നാൽ ഈ പോകുന്ന ആൾക്ക് സൈഡിലൂടെ പോകുന്ന ഒരു മനുഷ്യനെയും, പ്രത്യേകിച്ച് കറുത്ത ഡ്രസ്സ് ആണെങ്കിൽ കാണാൻ കഴിയില്ല. അപകടം സംഭവിച്ചേക്കും. നമ്മൾ അപകടം വരുത്തി വെക്കരുത്. റോഡിന്റെ ഓരം ചേർന്ന് നടക്കണം. പ്രത്യേകിച്ച് നമ്മുടെ സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് വളരെ സൂക്ഷിക്കണമേ. പുരുഷന്മാര്, സ്ത്രീകള് എല്ലാവരും വഴിയിലൂടെ നടക്കുന്ന സമയം അലൈക്കും ബിഹാഫാത്തി തുറഖ്, വഴിയുടെ മധ്യത്തിലൂടെ നടക്കരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാറുണ്ട്. പല ആളുകൾക്കും കടന്നു പോകേണ്ടി വരും, അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന്. സലമ റളിയല്ലാഹു അൻഹുവിനെ അടിക്കേണ്ടി വന്നു അമൃതങ്ങൾക്ക്. അമൃതങ്ങൾ പിന്നെ അങ്ങനെയാണ്, ഫഅലാഹു ബിദ്ദിറ, കയ്യിലൊരു ചെറിയൊരു ചാട്ടവാറുണ്ടാകും, ഒരു കൊട്ടു കൊടുക്കാൻ. സലമയെ കൊടുത്തു ഒരടി റളിയല്ലാഹു അൻഹുവിനെ. പിന്നെ അമൃതങ്ങൾക്ക് വലിയ സങ്കടമായി, വേണ്ടില്ലായിരുന്നു ഈ അടിച്ചത് എന്ന്, വേണ്ടില്ലായിരുന്നു. പിറ്റത്തെ വർഷം ആ വഴിയിലൂടെ പോകുമ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു സലമയെ കണ്ടു റളിയല്ലാഹു അൻഹുവിനെ. സലമ റളിയല്ലാഹു അൻഹുവിനോട് പൊരുത്തപ്പെടിക്കണല്ലോ, ഞാനൊരു സലമയെ വേദനിപ്പിച്ചുവല്ലോ എന്ന്. ഉമർ റളിയല്ലാഹു അൻഹുവിന് എന്തെങ്കിലും ഒന്ന് പകരം ചെയ്യണമെന്ന് വല്ലാത്തൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ ഉമർ തങ്ങൾ ചോദിച്ചു, സലമ അതുരീദുൽ ഹജ്ജ്, നിങ്ങൾക്ക് ഹജ്ജിന് പോവാൻ ആഗ്രഹമുണ്ടോ? ആ ഉണ്ട്, എന്നാ എന്റെ കൂടെ വാ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു കൈപിടിച്ചു കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയിട്ട് സലമ റളിയല്ലാഹു അൻഹു കയ്യിൽ കൊടുത്തു 600 ദിർഹം, 600 dirhams, 600 ദിർഹം കയ്യിൽ വെച്ചു. സലമ, ഹജ്ജിന്റെ യാത്രയുടെ എല്ലാ ചെലവിനും ഇത് മതി, നിങ്ങൾ കൊണ്ടുപോയിക്കോ. ഉമർ തങ്ങളോട് ചോദിച്ചു, അല്ല ഇതെന്താ അമീറുൽ മുഅ്മിനീൻ? അതെ, ഞാൻ കഴിഞ്ഞ വർഷം നിങ്ങൾ ആ റോഡിന്റെ മധ്യത്തിലൂടെ നടക്കുമ്പോൾ ഒരു അടി തന്നില്ലേ, അതിന് പകരാണ്. അത് ഞാൻ മറന്നല്ലോ ഉമർ എന്നവരെ. എന്നാൽ ഞാനത് മറന്നിട്ടില്ല സലമ, ഞാനത് മറന്നിട്ടില്ല, എനിക്കിത് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്നാ വേദനിപ്പിച്ചതിന് പകരമാണ് ഞാൻ ഈ തരുന്നതെന്ന് 600 ദിർഹം കയ്യിൽ കൊടുത്തു ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഒരു വേദനിപ്പിച്ചതിന് പകരം ചെയ്തു കൊടുക്കുക, സന്തോഷിപ്പിക്കാൻ. ഒരു വിവാഹം നടക്കുമ്പോൾ, ഒരു സൽക്കാരം നടക്കുമ്പോൾ എന്തെല്ലാം വർത്തമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഒരു കുഞ്ഞിന്റെ പ്രസവം നടന്നാൽ എന്തൊക്കെ ഡയലോഗുകൾ ആണുങ്ങളും പെണ്ണുങ്ങളും പറയും, കുടുംബങ്ങളിൽ വിഷമങ്ങൾ ഉണ്ടാക്കും, അല്ലേ? ഒരു ഫംഗ്ഷൻ കഴിഞ്ഞാൽ എന്തോ ഒരു ടെൻഷൻ വരും. അവൾ അത് പറഞ്ഞു, മറ്റേ ഇന്നത് പറഞ്ഞു, കുത്തുവാക്ക് പറഞ്ഞു, ഇളക്കി പറഞ്ഞു, കളിയാക്കി പറഞ്ഞു. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞെന്നെ തീർക്കണ്ടേ, ഒന്ന് പരിഹരിക്കണ്ടേ, മനസ്സൊന്ന് ശുദ്ധമാക്കണ്ടേ, ഖൽബൊന്ന് ക്ലിയർ ചെയ്യണ്ടേ. യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോ സമ്പത്തോ മക്കളോ ഒന്നും നിങ്ങളെ രക്ഷിക്കാനുണ്ടാവില്ല. എന്താ രക്ഷപ്പെടുത്തുന്നത്? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, കറകളില്ലാത്ത മനസ്സുമായി അല്ലാഹുവിനെ സമീപിച്ചവർക്കേ രക്ഷയുള്ളൂ. ഖൽബിന്റെ ഉള്ളിൽ അഹങ്കാരം കൊണ്ട് നടക്കുക, എന്നിട്ട് അതിങ്ങനെ പറഞ്ഞു നടക്കുക. അത് ആണുങ്ങളും പെണ്ണുങ്ങളിലൊക്കെ കാണുന്നവരുണ്ട്. നിർത്തേണ്ടവരാണ്. അടിയന്തരമായി നിർത്തണം, അടിയന്തരമായി നിർത്തണം. മനുഷ്യരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയരുത്. ചിലർക്ക് അതൊരു ശീലമായിട്ടുണ്ടാവും, കുത്തുവാക്ക് പറയാ, അത് ദുശ്ശീലമാണ്. അല്ലാഹുവിനത് ഇഷ്ടമല്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. മദീനയിലെ പള്ളിയിലേക്ക് വരുമ്പോഴാണ് മുത്തുനബി പറയുന്നത്, യദ്ഖുലു അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ഒരാൾ ഈ വഴിക്ക് കടന്നു വരുന്നുണ്ട്. സ്വർഗത്തിൽ പോകുന്ന ആൾ വരുന്നുണ്ട്. നബി ഞങ്ങൾ പറയാ, ഒരു വാഴ നടക്കാന്ന് വിചാരിച്ചോളൂ. നബി ഞങ്ങൾ പറയാ, ഇപ്പൊ ഒരാൾ വരും. ആ മനുഷ്യന്റെ ഇടത് കൈയിൽ 2 ചെരുപ്പുകൾ ഉണ്ടാവും. വുദൂഇന്റെ വെള്ളം ഇങ്ങനെ താടിയിലൂടെ ഉറ്റുന്നുണ്ടാകും. അങ്ങനെ വരുന്ന ഒരാൾ സ്വർഗത്തിലേക്ക് പോകുന്ന ആളാണ് കേട്ടോ എന്ന് റസൂലുള്ളാഹ്. സ്വഹാബികളൊക്കെ നബി തങ്ങളുടെ ദർസ് നടക്കുമ്പോ ചിലരൊക്കെ ബാക്കിലേക്ക് നോക്കാൻ തുടങ്ങി, ആരെങ്കിലും വരുന്നുണ്ടോ? ആരാണ് വരുന്ന ആൾ? ആ ഭാഗ്യവാൻ ആരാണ്? ബാക്കിൽ ഇരിക്കുന്നുണ്ട് അബ്ദുല്ലാഹി ഇബ്നുൽ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു രാത്രി മുഴുവൻ നിസ്കരിക്കുകയും പകല് മുഴുവൻ നോമ്പ് നോൽക്കുകയും ചെയ്തപ്പോ, അബ്ദുല്ലാ, നിങ്ങളുടെ കണ്ണിന് നിങ്ങളോട് ബാധ്യതയുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഉറങ്ങണം എന്ന് പറഞ്ഞ നബി തങ്ങൾ, എന്നും വേണ്ട, നിങ്ങളുടെ ശരീരത്തിന് ഹക്കുണ്ട്, നിങ്ങളത് വീട്ടിൽ കൊടുക്കണം, ക്ഷീണിപ്പിക്കരുത് ശരീരത്തെ എന്ന് പഠിപ്പിച്ചു കൊടുത്ത ആ സ്വഹാബി അദ്ദേഹം ബാക്കിലിരിക്കുന്നുണ്ട്. അപ്പോഴുണ്ട് നബി തങ്ങൾ പറഞ്ഞ പോലെ ഒളു കൊടുത്ത് ഇടത് കൈയിൽ ചെരുപ്പം പിടിച്ച ഒരാൾ ഇങ്ങനെ കടന്നു വരുന്നു. അവിടെ വന്നിരുന്നു. അദ്ദേഹം അറിഞ്ഞിട്ടില്ല നബി തങ്ങൾ ഈ പറഞ്ഞത്. തങ്ങൾ ദർസ് തുടർന്നു. അബ്ദുൽ റളിയല്ലാഹു അൻഹു, പടച്ചവനെ, ഇയാളുടെ ഒരു ഭാഗ്യം റബ്ബേ,
ഇയാളെ പറ്റിയാണല്ലോ നബിയ പറഞ്ഞതുപോലെ സംഭവിക്കുകയും ചെയ്തല്ലോ. രണ്ടാമത്തെ ദിവസം ക്ലാസ് നടക്കുമ്പോ നബി തങ്ങൾ അന്നും പറഞ്ഞു, ഒരാൾ വരുന്നുണ്ട്, സ്വർഗത്തിലേക്ക് പോകുന്ന ആൾ, ഇടത് കൈയിൽ ചെരുപ്പും പിടിച്ച് വരുന്നുണ്ട്, ഇപ്പൊ വരുന്നു പറഞ്ഞു. അപ്പോഴും നോക്കി നിന്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. ഇന്നലെ വന്ന അതേ ആള് തന്നെ ചെരുപ്പ് പിടിച്ചു വരുന്നുണ്ട്. അവിടെ ഇരുന്നു, അദ്ദേഹം കൂടെ ഇരുന്ന് ഇങ്ങനെ നോക്കുകയാണ്, ഇയാൾ എന്തായി ചെയ്യുന്നത്. മൂന്നാമത്തെ ദിവസവും യദ്ഖുലു അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലേക്ക് പോകുന്ന ആൾ ഇതാ വരുന്നു, കണ്ടോളൂ. ഇടത് കൈയിൽ ചെരുപ്പ് പിടിച്ചിട്ട് വരുന്നുണ്ട്, വുദൂഇന്റെ വെള്ളം മുഖത്തൂടെ ഒലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും. നോക്കുമ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നും വന്ന അതേ ആള് തന്നെ. അപ്പൊ അബ്ദുള്ള റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു, ഇയാളുടെ കൂടെയൊന്ന് നടക്കണം, എന്താണ് ഇതിന്റെ കാരണമെന്ന് കണ്ടുപിടിക്കണം. നോക്കുന്ന സമയത്ത് മഹാനായ സുഹാബിയോട്, മദീനയിൽ കിടക്കുന്ന അൻസ്വാരിയായ സുഹാബിയോട് അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനും എന്റെ വാപ്പയും തമ്മിൽ ചെറിയൊരു കശപിശയുണ്ട്, ഇന്ന് നിങ്ങളുടെ വീട്ടിൽ താമസിച്ചോട്ടെ. കുഴപ്പമില്ല, വീട്ടിൽ താമസിച്ചു. ഇപ്പൊ നോക്കുന്നത് രാത്രി എത്രയായി ഇദ്ദേഹം നിസ്കരിക്കുന്നത്, എന്തൊക്കെയാ സൽക്രമങ്ങൾ ഏറെ ചെയ്യുന്നത്, എന്താണ് സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോവാൻ കാരണമായത്. ഇത് പഠിക്കലാണ് ലക്ഷ്യം. അതിനാണ് സ്റ്റഡി ടൂർ എന്ന് പറയാ. പഠിക്കാൻ വേണ്ടി പോവാ, നമ്മൾ എന്റർടൈൻമെന്റിന് വേണ്ടി പോവാ, സർവ്വവിധനം ചെയ്തിട്ട് പോരാ, അങ്ങനെ ആവരുത്. ഇൻഷാ അല്ലാഹ് പഠിക്കാൻ പോലും ഇങ്ങനെയാണ്, കേസ് സ്റ്റഡി. പഠിക്കാൻ വേണ്ടി പോയതാണ്, ഒരു വിഷയം എടുത്ത് പഠിക്കാൻ. അപ്പൊ നോക്കുമ്പോ അദ്ദേഹം കിടന്നുറങ്ങി. രാത്രി സുബഹിക്ക് മുമ്പ് ഒരല്പം മുമ്പ് എഴുന്നേറ്റു, വാങ്കൊടുത്തു, രണ്ടുപേരും ഒരുമിച്ച് പള്ളിയിലേക്ക് പോയി. രാവിലെ അദ്ദേഹം ജോലിക്ക് പോകുന്നു. നോമ്പുണ്ടോ നോക്കി, അന്ന് നോമ്പൊന്നുമില്ല, സാധാരണയാണ്. പടച്ചവനെ, ഇങ്ങനെ സ്വർഗത്തിൽ പോകുന്ന ആൾ ഇത്ര അമല് ചെയ്താൽ മതിയോ? ചിലപ്പോഴേ നാളെ ആയിരിക്കും ഇദ്ദേഹം നോമ്പൊലിക്കുന്ന ദിവസം, ഇപ്പൊ നാളെ രാത്രി ആയിരിക്കും ഇന്ന് നിസ്കരിക്കണത്, ഒരു ദിവസം കൂടെ നിന്നാന്ന് ചോദിച്ചാലോ? പറഞ്ഞു, പിന്നെ ഞാനും വാപ്പിയും തമ്മിലുള്ള കുഴപ്പം ഇതുവരെ ശരിയായിട്ടില്ല, ഇന്ന് രാത്രി കൂടെ നിന്നോട്ടെ ഇങ്ങോട്ട് പുരക്ക്. കുഴപ്പമില്ല, നിന്നോന്ന് പറഞ്ഞു, സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തു. അന്നും നോക്കുമ്പോ ഇശാനിസ്കാരം കഴിഞ്ഞ് വിത്രും കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി വീട്ടിൽ ചെന്നു ഭക്ഷണം കഴിച്ചു, കടന്നുറങ്ങുന്നു. സാധാരണ ജീവിതം. സുബഹിയുടെ മുമ്പ് ഒരല്പം മുമ്പ് എഴുന്നേറ്റു, രണ്ടുപേരും വുദു എടുത്തു, റെഡിയായി, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു, വാങ്കൊടുത്തു, നേരെ പള്ളിയിലേക്ക് പോയി. സുന്നത്തും ഫർളും കഴിഞ്ഞു, കുറച്ച് ദിക്റും കഴിഞ്ഞ് തിരിച്ചു പോന്നു. അദ്ദേഹം നോമ്പ് പോറ്റിട്ടില്ല, സുന്നത്ത് നോമ്പൊന്നുമില്ല, റമദാനൊന്നുമല്ല, സുന്നത്ത് നോമ്പൊന്നുമില്ല. അദ്ദേഹം സാധാരണ. പടച്ചവനെ, ഇതെന്ത് കഥ? ചിലപ്പോ നാളെ ആയിരിക്കും, ഒരു ദിവസം കൂടെ നോക്കട്ടെ, 3 ദിവസമല്ലേ പരീക്ഷിക്കാൻ നല്ലത്. ഒന്നുകൂടെ ചോദിച്ചു, ഒരു ദിവസം കൂടെ നിന്നോട്ടെ. അന്നും ഇതുപോലെയാ. നേരം വെളുത്തപ്പ പറഞ്ഞു, യാ ഫുലാൻ, എന്റെ സഹോദരാ, ഞാനും വാപ്പയും തമ്മിൽ ഇത്ര വലിയൊരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ പിന്നെ നിങ്ങളുടെ കൂടെ കൂടാൻ കാരണം നിങ്ങളെ പറ്റിയാണ് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്ന ആളാണെന്ന് 3 ദിവസം പറഞ്ഞു. അതിന്റെ കാരണം എന്താണെന്ന് നോക്കാൻ ഞാൻ വന്നതാണ്. നോക്കുമ്പോ എന്നെ പോലെ തന്നെ, എന്നെ അത്ര പോലും നിങ്ങളെ ഇബാദത്ത് ചെയ്യുന്നില്ല, എന്നിട്ടും എന്തേ ഇത് കിട്ടാൻ കാരണമെന്ന് പറഞ്ഞു തരാവോ? അവര് പറഞ്ഞു, ഹുവ ദാക, നിങ്ങളെ കണ്ടില്ലേ, അത്ര തന്നെ ഉള്ളൂ, വേറൊന്നും എന്റെ അടുത്തില്ല, അത്ര തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നാ ഞാൻ വരാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ ആ വീട്ടുകാരനായ സുഹാബി അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, യാ അബ്ദുല്ലാഹ് തആൽ, പിന്നെ എന്താണ് ഞാൻ ചെയ്യുന്നത് എന്നല്ലേ ചോദിച്ചത്? ഞാൻ രാത്രി കിടന്നുറങ്ങാൻ ചെല്ലുമ്പോഴേ എന്റെ മനസ്സിൽ ഒരു മനുഷ്യനോടും അസൂയയോ ഒരു ദേഷ്യമോ, അയാളെ കിട്ടിയാൽ വകവരുത്തുന്നോ, അയാൾക്ക് ഞാൻ കൊടുക്കാൻ പോകുന്നു, ഇങ്ങനെ ഒരു ചിന്തയും എന്റെ മനസ്സിൽ ഉണ്ടാവാറില്ല. ഞാനത് രാത്രിയെ പുറത്തു കൊടുക്കാം. അങ്ങനെ മനസ്സ് ശുദ്ധമായിട്ടാണ് ഞാൻ കിടന്നുറങ്ങാറ്, വേറൊന്നും ഞാൻ ചെയ്യുന്നില്ല, അത്രയേ ഉള്ളൂ, പൊയ്ക്കോ എന്ന് പറഞ്ഞു. നബിയോട് ചെന്ന് പറഞ്ഞു, യാ റസൂൽ അല്ലാഹ്, നബിയെ, നിങ്ങളാ പറഞ്ഞ ആളുടെ പിന്നാലെ ഞാൻ കൂടി ചോദിച്ചു നോക്കുമ്പോ കഥ ഇത്രയേ ഉള്ളൂ. തങ്ങൾ പറഞ്ഞു, ആ പറഞ്ഞത് തന്നെയാണ് കാരണം, കൽബിന്റെ ഉള്ളിലേക്ക് വഹയിന്റെ വെളിച്ചം കൊണ്ട് നോക്കാൻ കഴിയും നബി തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് അല്ലാഹു കാണിച്ചു കൊടുക്കുന്ന നബിയെ, അങ്ങയുടെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരാളുണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള ഒരാളുണ്ട്, അയാളെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം. ഈ നല്ല സ്വഭാവത്തെ സ്വഹാബത്തിന് പരിചയപ്പെടുത്തി കൊടുക്കണം. മനസ്സിന്റെ ഉള്ളിൽ കറകളില്ലാത്ത, വിദ്വേഷങ്ങളില്ലാത്ത ആളുകൾക്ക് 5 നേരത്തെ ഫർളും അള്ളാഹു നിർബന്ധമാക്കി ഇബാദത്തും ചെയ്ത് ഹറാമുകൾ ചെയ്യാതെ ജീവിച്ചാൽ ഖൽബ് ശുദ്ധമുള്ള ആളുകൾക്ക് സ്വർഗം കിട്ടാനത് എമ്പാടുമാണ്. ഈ വലിയൊരു മെസ്സേജ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിക്കുന്നത്, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ,
കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ, വീടുകൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ, ഭാര്യയുടെയും ഭർത്താവിന്റെയും വീട്ടുകാർ തമ്മിൽ കശപിശകൾ ഉണ്ടാകുമ്പോ, ഏതെങ്കിലും ഒരാൾ അപ്പ പറഞ്ഞു, അന്ന് പറഞ്ഞു, ഇന്നലെ പറഞ്ഞു, ഫോൺ വിളിച്ചു പറഞ്ഞു, അവനോട് പറഞ്ഞു, ഇവളോട് പറഞ്ഞു, മരുമോനോട് വിളിച്ചു പറഞ്ഞു, ഈ പറഞ്ഞ കൈലയും കാലയും ആര് പറഞ്ഞു, എവിടെ പറഞ്ഞു, ഇതൊന്നും തെളിവുകളില്ലാത്ത ഏതൊക്കെയോ കുറെ വാക്കുകൾ കൂട്ടിവെച്ച് വലിയ പ്രശ്നമാക്കി കുടുംബങ്ങൾ തകർക്കുന്നവരെ കൽബുകൾ ശുദ്ധിയാക്കാതെ സ്വർഗം കടക്കാൻ കഴിയില്ല. ഹൃദയം ശുദ്ധിയാക്കാതെ സ്വർഗം കടക്കാൻ കഴിയില്ല. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. വാക്കുകളാൽ വേദനിപ്പിച്ചവരെ ആ വാക്കുകൊണ്ട് തന്നെ അതിന് നീതി കൊടുക്കണം. വാക്കുകളെ കൊണ്ട് തന്നെ അവരോട് തിരിച്ചെടുക്കാൻ പറയണം, മാപ്പ് ചോദിക്കണം. ഏതെങ്കിലും ഒരാൾ മറ്റൊരാളോട് മാപ്പ് തരണം എന്ന് ചോദിച്ചു വന്നാൽ ചോദിക്കപ്പെട്ടവരെ മാപ്പ് കൊടുക്കൽ നിർബന്ധമാണ്. ഞാൻ പുറത്തരൂല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബാധ്യത തീർന്നിട്ടുണ്ട്. അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കൂല. നിങ്ങൾ ചോദിച്ചില്ലേ മാപ്പ് തരണമെന്ന്? ചോദിച്ചു. അയാൾ എന്ത് പറഞ്ഞു? ഞാൻ പുറത്തരൂല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കുഴപ്പമില്ല, അയാളും പഠിച്ചോലേ. നിങ്ങൾ നിങ്ങളുടെ ബാധ്യത ചെയ്തോ, അൽഹംദുലില്ലാഹ്, അത് മതി. അത്രയേ വേണ്ടൂ. ഒരു മനുഷ്യനോട് മാപ്പ് ചോദിച്ചാൽ മാപ്പ് കൊടുക്കൽ നിർബന്ധമാണെന്നാണ്. ഞാൻ പുറത്തു തരില്ലെന്ന് പറയാൻ പാടില്ല. പറഞ്ഞേക്കാം, എനിക്ക് വലിയ വിഷമുണ്ടായിരുന്നു, ഏതായാലും ഇപ്പൊ നീ അങ്ങനെയൊക്കെ പറഞ്ഞു മാപ്പ് ചോദിക്കല്ലേ, ഞാൻ മാപ്പ് തരാൻ, ഇത് പുറത്തു കൊടുക്കണം എന്നാണ്. ഇതൊക്കെ ഇസ്ലാമിന്റെ നീതിയുടെ ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സ്വഹാബികളും പഠിച്ചെടുത്ത നീതിയുടെ അങ്ങേയറ്റം, സർവമാന നീതി, സർവത്ര നീതി, അതാണ് ഇസ്ലാം. അദിൽ, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون. ഇന്ന് ജുമഅക്ക് പോയ സത്യവിശ്വാസികളായ പുരുഷന്മാരെ മുഴുവനും ഇത് കേട്ടിട്ടുണ്ടാവും. ഈ ആയത്ത് ഖുത്ബ അവസാനിക്കുമ്പോ, അത് കഴിഞ്ഞിട്ട് ഇഖാമത്ത് കൊടുക്കാൻ, നിസ്കരിക്കാൻ അല്ലേ? എന്താണ് പറഞ്ഞത്? ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, അല്ലാഹു നീതി ചെയ്യണമെന്നും നന്മ ചെയ്യണമെന്നും നമ്മളോട് കൽപ്പിക്കുകയാണ്. ഖുത്ബ എന്ന ആ ഒരു സന്ദേശത്തിന്റെ അവസാന, അതിന്റെ എന്താ പറയാ, അതിന്റെ എസൻസ്, അതിന്റെ ഓൾ ഇൻ ഓൾ, അതിന്റെ സർവത്ര ആശയങ്ങളും ഉൾക്കൊള്ളുന്ന the entire khutbah in a nutshell എന്നൊക്കെ പറയാവുന്ന ഒരു ആയത്താണിത്. ആ പറഞ്ഞതിന്റെ കാകത്തുക ഇതിലുണ്ട്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, അല്ലാഹു നിങ്ങളോട് നീതി ചെയ്യണമെന്നും നന്മ ചെയ്യണമെന്നും കൽപ്പിക്കുന്നു. വഈതാഇ ദിൽ ഖുർബാ, പാവപ്പെട്ടവർക്ക് കൊടുക്കണമെന്നും. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅ്ളുകും ലഅല്ലകും തദക്കറൂൻ. അങ്ങനെ ഓതേണ്ടത്. ചിലപ്പോ പേച്ചഡ് ജസ്സാമാരൊക്കെ ഓതുന്ന സമയത്ത് വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വൽ ബഗി യഅ്ളുകും, അങ്ങനെയല്ല, വൽ ബഗി ഇപ്പുറത്തേക്കാണ്. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി, ഈ മൂന്ന് വിഷയങ്ങൾ നിങ്ങൾ ചെയ്യരുത് എന്ന് അല്ലാഹു പറയുന്നു. എന്തൊക്കെ? അനിൽ ഫഹ്ശാ, നിങ്ങൾ തോന്നിവാസം പറയരുത്. വൽ മുൻകർ, മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യരുത്. വൽ ബഗി, ഒരാളും ഒരാളെയും ആക്രമിക്കരുത് എന്ന് അല്ലാഹു നിങ്ങളോട് പറയും. ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾക്ക് ഓർമ്മിപ്പിച്ചാൽ നിങ്ങൾ നന്നാവുമല്ലോ, അതുകൊണ്ട് അല്ലാഹു ഓർമ്മിപ്പിക്കുകയാണ്. ഇത് പറഞ്ഞിട്ട് നിസ്കരിക്കാൻ നിൽക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ആ ഒരു ആശയം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നീതി പാലിച്ചുവോ, നമ്മുടെ വീട്ടുകാരോട്, നമ്മുടെ കുടുംബത്തോട്, നമ്മുടെ സഹജനങ്ങളോട് എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ഥാപിച്ചെടുത്ത ഈ നീതിയുടെ ആശയം, നമ്മുടെ വാക്കുകളിൽ നീതി, നമ്മുടെ പെരുമാറ്റത്തിൽ നീതി, നമ്മുടെ ഇടപാടുകളിൽ നീതി, നമ്മുടെ ബന്ധുമിത്രാദികളോട്, സഹജനങ്ങളോട്, കൂട്ടുകുടുംബത്തോട് നീതി ചെയ്യുന്ന ഈ ഇസ്ലാമിന്റെ വളരെ മനോഹരമായ സർവത്ര സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഈ തണലിൽ നമ്മുടെ മഹല്ലുകളിൽ അച്ചടക്കവും
നല്ല ഐശ്വര്യവും റാഹത്തും സന്തോഷവും ഉണ്ടായി അള്ളാഹു സ്നേഹത്തോടുകൂടെ ജീവിച്ച് അള്ളാഹുവിന്റെ സ്നേഹം കൊണ്ട് നിറക്കപ്പെട്ട റഹ്മത്തുള്ള അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു യുകാഫിഉ മസീദ.